വർഷം 1931. 1931 ഫെബ്രുവരി 10-നാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഓൾഡ് ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മാറ്റുന്നത്. 1912 ഏപ്രിൽ 1-നാണ് കൊൽക്കത്തയിൽ നിന്ന് ഓൾഡ് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറുന്നത്. ഒപ്പം തന്നെ ഡൽഹി പ്രവിശ്യയും രൂപവൽക്കരിച്ചിരുന്നു. ന്യൂഡൽഹി നഗരം രൂപകൽപ്പന ചെയ്തത് എഡ്വേർഡ് ലുഡിയൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ്. ന്യൂഡൽഹിയുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഫെബ്രുവരി 9-ന് 6 സ്റ്റാമ്പുകൾ പ്രകാശിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സചിത്ര സ്മാരക സ്റ്റാമ്പുകളാണിവ. 1931 ഫെബ്രുവരി 17-ന് വിപ്ലവ പ്രവർത്തകനും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപക നേതാവുമായ ചന്ദ്രശേഖർ ആസാദ് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് പോലീസുമായി ഉണ്ടായ സംഘടനത്തിൽ വെടിയേറ്റ് മരിച്ചു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 14-ാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ചന്ദ്രശേഖർ കോടതിയിൽ പേരും മറ്റു വിവരങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ സ്വതന്ത്രൻ എന്ന അർത്ഥമുള്ള ആസാദ് എന്ന് മാത്രം പറഞ്ഞു. 50 അടി ശിക്ഷ ലഭിച്ചു. ആസാദ് എന്ന പേര് ഉറച്ചു. 1922-ൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന രഹസ്യ വിപ്ലവ സംഘടനയിൽ ചേർന്നു. ഭഗത് സിംഗിന്റെ ഉറ്റ സുഹൃത്ത്, സാൻഡേഴ്സൺ വധം, കക്കോരി ഗൂഢാലോചന, വൈസ്രോയുടെ ട്രെയിൻ ബോംബ് വെച്ച് തകർക്കൽ തുടങ്ങിയ വിപ്ലവ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായ ആസാദ് ഒറ്റിക്കൊടുക്കപ്പെട്ടതിന്റെ ഫലമായാണ് കൊല്ലപ്പെട്ടത്. 1931 മാർച്ച് 5-നാണ് ഗാന്ധി ഇർവിൻ സന്ധി വ്യവസ്ഥകൾ പ്രസിദ്ധപ്പെടുത്തുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന ഗാന്ധിജിയും വൈസ്രോയി ഇർവിൻ പ്രഭുവും ഒപ്പുവെച്ച് ഡൽഹി കരാർ 21 ഖണ്ഡികകളാണുള്ളത്. സിവിൽ നിയമലംഘനം പൂർണ്ണമായി അവസാനിപ്പിക്കണം. പകരമായി സർക്കാർ മർദ്ദനങ്ങൾ അവസാനിപ്പിക്കണം. അടിയന്തര അധികാര നിയമങ്ങൾ പിൻവലിക്കണം. എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരെയും ഭീകര പ്രസ്ഥാനക്കാരെയും സംബന്ധിക്കുന്ന അടിയന്തര അധികാര നിയമങ്ങളും അക്രമക്കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ തടവുകാരും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. കർഷകർക്കെതിരായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും നികുതി നിഷേധവുമായി ബന്ധപ്പെടുത്തി കണ്ടുകെട്ടിയ നിലങ്ങളുടെ വിൽപ്പന നിർത്തിവെക്കണമെന്നുമുള്ള ഗാന്ധിജിയുടെ ആവശ്യങ്ങൾ സർക്കാർ തള്ളിക്കളഞ്ഞു. ഉപ്പിന്റെ കുത്തക സർക്കാർ തുടർന്നു. എന്നാൽ കടൽ തീര ജനതയ്ക്ക് സ്വന്തം ആവശ്യത്തിന് ഉപ്പുണ്ടാക്കാൻ അനുവാദം നൽകി. കരാർ അനുസരിച്ച് കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു. എന്നാൽ കരാർ വ്യവസ്ഥകൾ ഇന്ത്യൻ ജനതയെ നിരാശപ്പെടുത്തി. വ്യവസായ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ആന്ധ്ര, പഞ്ചാബ്, ബംഗാൾ കോൺഗ്രസ് കമ്മിറ്റികൾ കരാറിനെ അനുകൂലിച്ചില്ല. 1931 മാർച്ച് 14 ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ കഥാ ചലച്ചിത്രമായ അലമാര മുംബൈയിലെ മെജസ്റ്റിക് തിയേറ്ററിൽ റിലീസ് ചെയ്തു. ഇംപീരിയൽ ഫിലിം കോർപ്പറേഷന്റെ ബാനറിൽ അർദേർഷർ ഇറാനി നിർമ്മിച്ച അലമാര ഹിന്ദി, ഉറുദു ഭാഷകൾ ഇടകലർത്തി ഉപയോഗിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും ഈണം മായാതെ നിൽക്കുന്ന 7 പാട്ടുകൾ ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ശബ്ദം റെക്കോർഡ് ചെയ്തത് ഇറാനിയും വിൽഫോർഡ് ഡെമിങ്ങും ഒരുമിച്ചായിരുന്നു. പ്രശസ്തമായ ഒരു നാടകത്തെ അടിസ്ഥാനപ്പെടുത്തിയ ചിത്രത്തിൽ സുബൈദ, മാസ്റ്റർ വിദൽ, പൃഥ്വിരാജ് കപൂർ, WM ഖാൻ എന്നിവർ അഭിനയിച്ചു. ഇതേ വർഷം തന്നെ ഹിന്ദിയിൽ 22 ശബ്ദ കഥാചിത്രങ്ങൾ പുറത്തുവന്നു. തമിഴിലെ ആദ്യ ശബ്ദചിത്രമായ കാളിദാസ്, തെലുങ്ക് ചിത്രമായ ഭക്ത പ്രഹ്ലാദ എന്നിവയും മുംബൈയിൽ വെച്ച് നിർമ്മിച്ചു. ബംഗാളിയിലെ ആദ്യ ശബ്ദചിത്രമായ ജമായി ഷഷ്ടി പുറത്തുവന്നതും ഈ വർഷമാണ്. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ലാഹോർ ജയിലിൽ തൂക്കിക്കൊല്ലുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ വിപ്ലവകാരികൾ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രവർത്തകർ. ലാഹോർ ഗൂഢാലോചന കേസിലാണ് ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക, സമത്വാധിഷ്ഠിത സ്വതന്ത്ര ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ഭഗത്തിന്റെയും കൂട്ടരുടെയും ലക്ഷ്യം. ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട ലാഹോർ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് സാൻഡേഴ്സിനെ മൂവരും ചേർന്ന് വെടിവെച്ചു കൊന്നു. ഈ കേസിൽ 1929 സെപ്റ്റംബർ 30-ന് രാജ്ഗുരു അറസ്റ്റ് ചെയ്യപ്പെട്ടു. പൊതുബില്ലും സുരക്ഷാ ബില്ലും അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര നിയമസഭാ ഹാളിൽ ബോംബെറിഞ്ഞതിന് ഭഗത് സിംഗും സുഖദേവും അറസ്റ്റിലായി. ഭഗത് സിംഗിനെയും കൂട്ടരെയും വധിച്ചതിനെതിരെ ഇന്ത്യയെങ്ങും പ്രതിഷേധം. ഗാന്ധിജിയെ പോലെ അഖില ഭാരത പ്രശസ്തിയുള്ള വ്യക്തിയായിരുന്നു ഭഗത് സിംഗ്. വധശിക്ഷ റദ്ദാക്കുന്നതിന് വൈസ്രോയുമായി ഗാന്ധിജി നടത്തിയ സംഭാഷണങ്ങൾ പരാജയപ്പെട്ടു. ഭഗത് സിംഗിന്റെ വധത്തോടെ ഗാന്ധിജിയുടെ ആത്മാർത്ഥതയെ തന്നെ ഒരു വിഭാഗം ആളുകൾ ചോദ്യം ചെയ്തു. ഗാന്ധിജി കറാച്ചിയിൽ എത്തിയപ്പോൾ ചെറിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനം തന്നെയുണ്ടായി. ജവഹർലാൽ നെഹ്റു ഈ വീരദേശാഭിമാനികളുടെ വധത്തെപ്പറ്റി പറഞ്ഞു. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ
ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും. 1931 സെപ്റ്റംബർ 7 മുതൽ ഡിസംബർ 1 വരെ ലണ്ടനിൽ 2ാം വട്ടമേശ സമ്മേളനം നടക്കുന്നു. കോൺഗ്രസ് പ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുത്തു. ഇന്ത്യയിലെ സാമുദായിക പ്രശ്നത്തിന് പരിഹാരം കണ്ടതിനു ശേഷം മാത്രമേ സ്വയംഭരണത്തിന്റെ കാര്യം ആലോചനയ്ക്കെടുക്കുവാൻ പാടുള്ളൂ എന്ന് ബ്രിട്ടീഷ് സർക്കാർ വാദിച്ചു. അഖിലേന്ത്യാ ഫെഡറേഷന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ട വിശദാംശങ്ങളെപ്പറ്റി തീരുമാനിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നും സാമുദായിക പ്രശ്നം പിന്നീട് തീരുമാനിക്കാവുന്നതാണെന്നുമുള്ള ഗാന്ധിജിയുടെ വാദം നിഷ്ഫലമായി. ന്യൂനപക്ഷ പ്രതിനിധികൾ അവരുടെ അവകാശവാദത്തിൽ ഉറച്ചുനിന്നു. ഇന്ത്യയുടെ ഭരണഘടന, ന്യൂനപക്ഷങ്ങൾ, വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ ഭരണ പരിഷ്കാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ആലോചിക്കാൻ പ്രത്യേക സബ് കമ്മിറ്റികൾ നിശ്ചയിച്ചു. ന്യൂനപക്ഷ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്, മുസ്ലിം ലീഗ് നേതാവ് ആഗ ഖാൻ എന്നിവർ ഈ കമ്മിറ്റിയിൽ പ്രധാന പങ്കുവഹിച്ചു. സാമുദായിക ഐക്യത്തെ സ്വരാജ് ഭരണഘടനയുടെ അടിസ്ഥാനമാക്കിക്കൂടെ എന്ന ഗാന്ധിജിയുടെ നിർദ്ദേശവും പുത്രികാ രാജ്യ പദവിക്ക് വേണ്ടിയുള്ള ആവശ്യവും ബ്രിട്ടീഷ് സർക്കാർ നിരാകരിച്ചു. ഡിസംബർ 1 സമ്മേളനം നിർത്തി, അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചു. ഡിസംബർ 5 ഗാന്ധിജി ലണ്ടൻ വിട്ടു. 1932 ജൂൺ 25 ലണ്ടനിലെ ലോർഡ്സ് ഗ്രൗണ്ടിൽ ഇന്ത്യ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചു. CK നായിഡുവും ഡഗ്ലസ് ഡാർജൈനുമായിരുന്നു ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ക്യാപ്റ്റന്മാർ. ജൂൺ 28 അവസാനിച്ച ടെസ്റ്റിൽ ഇന്ത്യയെ 158 റൺസിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. നാട്ടുരാജാക്കന്മാരുടെയും ഇംഗ്ലീഷ് ഭരണാധികാരികളുടെയും പരിശ്രമമായിരുന്നു ഇന്ത്യക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള അർഹത നേടിക്കൊടുത്തത്. പാട്യാല മഹാരാജാവ് ഭൂപേന്ദർ സിംഗ് ആയിരുന്നു ഈ കൂട്ടത്തിൽ മുമ്പൻ. കന്നി ടെസ്റ്റിന് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരുന്നതും ഭൂപേന്ദർ സിംഗിനെ ആയിരുന്നു. ലിംബിഡിയിലെ രാജകുമാരൻ ഘനശ്യാം സിംഗ് ജി ഡെപ്യൂട്ടി ക്യാപ്റ്റനും വിശിനഗരത്തിലെ മഹാരാജ് കുമാർ ഡെപ്യൂട്ടി വൈസ് ക്യാപ്റ്റനുമായി. എന്നാൽ ക്യാപ്റ്റൻ സ്ഥാനം മോഹിച്ചിരുന്ന മഹാരാജ് കുമാർ ഉപനായകത്വത്തിൽ പ്രതിഷേധിച്ച് ടീമിൽ നിന്നും ഒഴിവായി. ടീം പ്രഖ്യാപനം കഴിഞ്ഞ് 2 ആഴ്ചയായപ്പോൾ കളിക്കാരൻ എന്ന നിലയിൽ മെച്ചമൊന്നുമില്ലാത്ത ഭൂപേന്ദർ സിംഗ് വ്യക്തിപരമായ അസൗകര്യങ്ങളാൽ രാജിവെച്ചു. കത്തിയാവാഡയിലെ രാജാവ് പോർബന്ദറിനാണ് ക്യാപ്റ്റൻസി ലഭിച്ചത്. അദ്ദേഹമാകട്ടെ കളിക്കാരൻ എന്ന നിലയിൽ പരിതാപകരമായ നിലയിലുമായിരുന്നു. ഏപ്രിൽ മധ്യത്തിൽ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലെത്തി. കാണികളുമായുള്ള മത്സരത്തിൽ 2ൽ കൂടിയ സ്കോർ നേടാത്ത പോർബന്ദർ മലേറിയ ബാധിച്ചതായി പ്രഖ്യാപിച്ച് തുടർന്നുള്ള മത്സരങ്ങൾ ഒഴിവാക്കി. നായകത്വം ഏറ്റെടുത്ത ലിംബിഡിക്ക് പരിക്കേറ്റതോടെ ഇന്ത്യൻ ടീം നായകനില്ലാത്ത അവസ്ഥയിലായി. രാജവംശജർ മാത്രമേ ക്യാപ്റ്റൻ ആകാവൂ എന്ന അലിഖിത നിയമം ഉപേക്ഷിച്ച് ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരനായ CK നായിഡുവിനെ നായകനാക്കാൻ ഇന്ത്യയിൽ നിന്ന് ഭൂപേന്ദർ സിംഗ് നിർദ്ദേശം നൽകി. അങ്ങനെ കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം പ്രഖ്യാപിക്കപ്പെട്ട യഥാർത്ഥ നായകന്റെ കീഴിൽ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറി. ടോസ് നേടി ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചു. 19ന് 3 വിക്കറ്റ് എന്ന നിലയിൽ നിന്നാണ് ഇംഗ്ലണ്ട് 259 എന്ന 1ാം ഇന്നിംഗ്സ് സ്കോർ നേടിയത്. ഇന്ത്യയുടെ ഓപ്പണിംഗ് ഫാസ്റ്റ് ബൌളർ നിസാർ 93 റൺസിന് 5 വിക്കറ്റ് നേടി. കളി തോറ്റുവെങ്കിലും CKയുടെ നായകത്വ ഗുണവും നിസാറിന്റെയും അമർസിംഗിന്റെയും ബൌളിംഗും ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചു. 1932 ലോസ് ആഞ്ചലസിൽ ഒളിമ്പിക്സ് നടക്കുന്നു. ഇന്ത്യക്ക് ഹോക്കിയിൽ സ്വർണം. ജപ്പാനും US-ഉം 2-3 സ്ഥാനം നേടുന്നു. ഒളിമ്പിക് വില്ലേജ് എന്ന ആശയം ഈ മേളയിലാണ് നടപ്പിലായത്. സെക്കൻഡിൽ 100ൽ 1 വരെ സമയം കണക്കാക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. 47 രാജ്യങ്ങളിൽ നിന്ന് 1408 കായിക താരങ്ങൾ പങ്കെടുത്തു. 18 ലോക റെക്കോർഡുകളും 8 ഒളിമ്പിക് റെക്കോർഡുകളും പിറന്നു. ലോങ് ജമ്പ് ഒഴിച്ചുള്ള ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ എല്ലാം റെക്കോർഡുകൾ നേടി. 1932 സെപ്റ്റംബർ 24 രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആദ്യ ഇന്ത്യൻ തീവ്രവാദി വനിതയായി പ്രീതി ലത വഡേദാർ. ഇന്നത്തെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ യൂറോപ്യൻ ക്ലബ്ബ് ആക്രമിച്ച പ്രീതിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് നേരെ പ്രത്യാക്രമണമുണ്ടായി. വെടിയേറ്റ് വീണ പ്രീതി ലത പിടിയിൽ അകപ്പെടും മുമ്പ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. 1933 ജനുവരി 28 ലണ്ടനിലെ വാൾഡ്രോഫ് ഹോട്ടലിൽ കൂടിയ യോഗത്തിൽ കേംബ്രിഡ്ജിലെ ഇന്ത്യൻ മുസ്ലിം വിദ്യാർത്ഥിയായ റഹ്മത്ത് അലി ചൗധരി ഇന്ത്യ വിഭജനത്തെ കുറിക്കുന്ന 4.5 പേജുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിന് പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിക്കുന്നത് ആദ്യമായി റഹ്മത്താണ്. വിശുദ്ധിയുടെ നാട് എന്നാണ് ഈ ഉറുദു പദത്തിന്റെ അർത്ഥം. ഉറുദുവിൽ പാകിസ്ഥാൻ എന്നേയുള്ളൂ, ഐ ഇല്ല. P പഞ്ചാബ്, A അഫ്ഗാനിയ, K കാശ്മീർ, S സിന്ധ്,
താൻ ബലൂചിസ്ഥാൻ. പഞ്ചാബിലെ കവിയും ദാർശനികനുമായ മുഹമ്മദ് ഇക്ബാൽ 1930 പഞ്ചാബ്, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം സിന്ധ്, ബലൂചിസ്ഥാൻ എന്നിവ ഒരുമിപ്പിച്ച് ഇന്ത്യൻ ഫെഡറേഷനുള്ളിൽ തന്നെ ഒരു സ്വയം ഭരണ രാഷ്ട്രമാക്കണമെന്ന നിർദ്ദേശം വെച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാൻ എന്ന ആശയം വന്നിരുന്നില്ല. 1940 മാർച്ച് 23 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം അംഗീകരിച്ചു. 1933 ഏപ്രിൽ 2 പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം രഞ്ജിത് സിംഗ് അന്തരിച്ചു. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1893 ബ്ലൂ ടീമിൽ അംഗമായ രഞ്ജിത് സിംഗ് 1895 സസെക്സ് കൗണ്ടിക്ക് വേണ്ടി കളിച്ചുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ എത്തി. 1896 ഇംഗ്ലണ്ട് ടീമിൽ അംഗമായി. ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ലഞ്ചിനു മുമ്പ് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ബാറ്റ്സ്മാനായി. 1901 സോമർസെറ്റിനെതിരെ നേടിയ 285 റൺസാണ് രഞ്ജിയുടെ ഉയർന്ന സ്കോർ. 1902 ഓസ്ട്രേലിയയ്ക്ക് എതിരെയുള്ള ബാറ്റിംഗ് പരാജയത്തോടെ രഞ്ജി ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. 1920 48-ാം വയസ്സിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് 24,692 റൺസും 72 സെഞ്ചുറികളും രഞ്ജി നേടി. രഞ്ജിത് സിംഗിന്റെ ഓർമ്മയ്ക്കായി 1934 ഏർപ്പെടുത്തിയതാണ് രഞ്ജി ട്രോഫി. പട്യാല മഹാരാജാവ് സംഭാവന നൽകിയ സ്വർണ്ണ ട്രോഫിയായിരുന്നു ആദ്യം നൽകിയിരുന്നത്. അത് ഇന്ന് പാകിസ്ഥാനിലാണ്. സ്വർണ്ണ ട്രോഫിയുടെ മാതൃകയിൽ വെള്ളിയിൽ നിർമ്മിച്ച ഇന്നത്തെ ട്രോഫി സംഭാവന നൽകിയത് വിജയനഗരത്തിലെ മഹാരാജാവ് കുമാറാണ്. 1933 ജൂലൈ 25 വ്യക്തിഗത സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കമാകുന്നത്. സബർമതി ആശ്രമം പിരിച്ചുവിടാൻ ഗാന്ധിജി തീരുമാനിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ശിക്ഷയായി വസ്തുവകകൾ നഷ്ടപ്പെട്ടവരോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് ആശ്രമത്തിലെ 32 അനുയായികളോടൊപ്പം റാസിലേക്ക് പ്രകടനം നയിക്കാനുള്ള നിശ്ചയം ഗാന്ധിജി സർക്കാരിനെ അറിയിച്ചു. അതേസമയം ആശ്രമത്തിലെ ഖാദി പ്രവർത്തനങ്ങൾ തുടരും. ഹരിജനാശ്രമം എന്ന പേര് മാറ്റാനും തീരുമാനിച്ചു. ഗാന്ധിജിയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത് സബർമതി ജയിലിലാക്കി. ഓഗസ്റ്റ് 2 യാർവാദ ജയിലിലേക്ക് മാറ്റി. ഓഗസ്റ്റ് 4 മോചിപ്പിച്ചുവെങ്കിലും നിയമലംഘനം ആരോപിച്ച് വീണ്ടും അറസ്റ്റ് ചെയ്തു. 1 വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് ഹരിജന പ്രവർത്തനത്തിന് അനുവാദം ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് 1 ഗാന്ധിജി ജയിൽ അധികാരികൾക്ക് നൽകിയ കത്തിന് മറുപടി ലഭിക്കാത്തതിനാൽ ഓഗസ്റ്റ് 16 അനുവാദം നൽകിയില്ലെങ്കിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ബോംബെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഗാന്ധിജി ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചു. ഉപാധികളോടെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം സർക്കാർ അംഗീകരിച്ചെങ്കിലും ആ നിർദ്ദേശം സ്വീകരിക്കാൻ ഗാന്ധിജി കൂട്ടാക്കിയില്ല. ഓഗസ്റ്റ് 20 ആരോഗ്യനില വഷളായതിനാൽ ഗാന്ധിജിയെ സിസൂൺ ആശുപത്രിയിലേക്ക് മാറ്റി. ഓഗസ്റ്റ് 23 ഗാന്ധിജിയുടെ നില അപകടകരമാകുന്നു. വ്യവസ്ഥകൾ ഒന്നുമില്ലാതെ തന്നെ സർക്കാർ ഗാന്ധിജിയെ മോചിപ്പിച്ചു. സെപ്റ്റംബർ 1 ഹരിജന ദിനം സെപ്റ്റംബർ 24 ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. സെപ്റ്റംബർ 14 സിവിൽ നിയമലംഘന സമരം 1934 ഓഗസ്റ്റ് വരെ നിർത്തിവെച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തി. ഇക്കാലം അത്രയും ഗാന്ധിജി ഹരിജന ഉദ്ധാരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയെന്ന് ചരിത്രം. 1933 സെപ്റ്റംബർ 21 ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയുമായ ഇംഗ്ലീഷ് വനിത ആനി ബസന്റ് അടയാറിൽ അന്തരിച്ചു. 1867 റവറന്റ് ഫ്രാങ്ക് ബസന്റിനെ വിവാഹം ചെയ്തുവെങ്കിലും 1873 വേർപിരിഞ്ഞു. 1874 സാമൂഹിക രംഗത്തേക്ക് ഇറങ്ങി. 1889 തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ചേർന്ന ആനി ബസന്റ് 1907 മുതൽ മരണം വരെ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 1893 നവംബർ 16 ഇന്ത്യയിലെത്തുന്നു. 1916 സെപ്റ്റംബർ 1 ഹോം റൂൾ ലീഗ് എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായിരുന്നു. ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തോട് യോജിച്ചില്ല. മദരപ്പള്ളിയിൽ 1915 ആനി ബസന്റ് ഒരു കോളേജ് സ്ഥാപിച്ചു. 1918 അടയാറിലും. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി. ന്യൂ ഇന്ത്യ ദിനപത്രം ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. 1934 മെയ് 18 കോൺഗ്രസ് സമ്മേളനം പട്നയിൽ നടക്കുമ്പോൾ സോഷ്യലിസ്റ്റുകാരായ കോൺഗ്രസുകാരുടെ പ്രത്യേക സമ്മേളനം ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപവൽക്കരിക്കാൻ തീരുമാനിക്കുന്നു. ഒക്ടോബർ 25 കോൺഗ്രസിന്റെ മുംബൈ സമ്മേളനത്തിനോടനുബന്ധിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ 1ാം അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നു. ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം.
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വിളിച്ചുകൂട്ടൽ, സോഷ്യലിസ്റ്റ് സമുദായത്തിന്റെ സ്ഥാപനം എന്നിവയെ അനുകൂലിക്കുന്ന പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി. കോൺഗ്രസിനുള്ളിൽ സോഷ്യലിസ്റ്റ് തത്വങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ച പാർട്ടി മുംബൈ സമ്മേളനത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുംബൈ സമ്മേളനത്തിൽ വെച്ച് സംഘടനയ്ക്ക് പൂർണ്ണരൂപം നൽകി. ഡോക്ടർ സമ്പൂർണാനന്ദന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ജയപ്രകാശ് നാരായണനെ പ്രസിഡന്റായും MR മക്വാനി, NG ഗോരെ, മോഹൻലാൽ ഗൗതം, EMS നമ്പൂതിരിപ്പാട് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായി തിരഞ്ഞെടുത്തു. മെയ് മാസത്തിലെ പട്ന സമ്മേളനം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ജയപ്രകാശ് നാരായണൻ കേരളത്തിലെത്തി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചു. കോഴിക്കോട് ചേർന്ന യോഗത്തിൽ K. കേളപ്പൻ അധ്യക്ഷത വഹിച്ചു. ആദ്യത്തെ സെക്രട്ടറി CK ഗോവിന്ദൻ നായർ. കമ്മ്യൂണിസ്റ്റ് ലീഗ് സ്ഥാപക അംഗങ്ങളിലൊരാളായ NC ശേഖർ, EMS, P. കൃഷ്ണപിള്ള, KA ദാമോദരമേനോൻ തുടങ്ങിയവർ സോഷ്യലിസ്റ്റ് കക്ഷിക്കാരായി. 1934 ഒക്ടോബർ 26 നാഷണൽ കോൺഗ്രസിന്റെ 48ാം വാർഷിക സമ്മേളനം ബാബു രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ആരംഭിച്ചു. കോൺഗ്രസിൽ നിന്ന് വിട്ടുകൊണ്ട് സെപ്റ്റംബർ 4 മഹാത്മാഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയ പ്രസ്താവന സമ്മേളനത്തിൽ ദീർഘമായ ചർച്ചയ്ക്ക് വഴിവെച്ചു. സെപ്റ്റംബർ 1 നടന്ന കോൺഗ്രസ് പ്രവർത്തക കമ്മിറ്റി യോഗം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണ സ്വരാജിനു വേണ്ടി ന്യായവും സമാധാനപരവുമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നുള്ള കോൺഗ്രസ് നിബന്ധനകളിലെ 1-ാം വകുപ്പ് എത്രയും അക്രമരഹിതവും സത്യസന്ധവുമായ മാർഗങ്ങൾ എന്ന് തിരുത്തിക്കൊണ്ട് പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ മുംബൈ സമ്മേളനത്തിൽ പ്രവർത്തക കമ്മിറ്റിയുടെ പ്രമേയം പരാജയപ്പെട്ടു. ഒക്ടോബർ 29 ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു വരുന്നതിനാൽ പ്രവർത്തന രംഗത്ത് നിന്ന് പിരിയുന്നു എന്ന സ്വന്തം നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ദീർഘനാളത്തെ നേതൃത്വത്തിനും സേവനത്തിനും ശേഷം ഗാന്ധിജി കോൺഗ്രസ് വിട്ടു. സമ്മേളനത്തിൽ ഗാന്ധിജി പറഞ്ഞു, അവർ, അതായത് സോഷ്യലിസ്റ്റുകൾ, കോൺഗ്രസിനെ കൈവശപ്പെടുത്തുന്നതിനാൽ കോൺഗ്രസിൽ നിൽക്കുന്നതിന് എനിക്ക് കഴിയില്ല. എന്നാൽ അവരുടെ കാര്യപരിപാടിക്കെതിരായി ഊർജിതമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് കോൺഗ്രസിൽ തന്നെ നിൽക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യവുമാകുന്നു. കോൺഗ്രസ് വിട്ടുവെങ്കിലും സംഘടനാ രൂപീകരണത്തിൽ ഗാന്ധിജിയുടെ പങ്ക് പിന്നീട് നിർണായകം തന്നെയായിരുന്നു. വർഷം 1936 ലക്നൌവിൽ ചേർന്ന സാഹിത്യ സമ്മേളനം പുരോഗമന സാഹിത്യ സംഘടനയ്ക്ക് രൂപം നൽകി. സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനുമെതിരെ പ്രതിഷേധിക്കുക, എഴുത്തുകാരുടെ ചിന്താ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ റോമാൻ റോളാൻ, ലൂയി അരഗൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലോകപ്രശസ്തരായ സാഹിത്യ കലാകാരന്മാർ 1934 പാരീസിൽ ഒരു സമ്മേളനം നടത്തിയിരുന്നു. പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് ഈ സമ്മേളനം രൂപം നൽകി. ഇതിൽ പങ്കെടുത്ത സഞ്ജാത് സഹീറിന്റെ നേതൃത്വത്തിലായിരുന്നു ലക്നൌ സമ്മേളനം. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ പ്രേംചന്ദ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്ക് പൊതുസംഘടന ഉണ്ടായതും 1936 സ്വാതന്ത്ര്യ സമരത്തിൽ വിദ്യാർത്ഥികളെ കൂടുതൽ സംഘടിതമായും ഫലപ്രദമായും പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ആരംഭിക്കുന്നതിനായി ലക്നൌവിൽ വിളിച്ചു ചേർത്ത സമ്മേളനം അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ അഥവാ AISF രൂപീകരിച്ചു. ഈ നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ദേശീയ സമരരംഗത്ത് ശക്തമായി തുടങ്ങിയിരുന്നു. 1841 രൂപം കൊണ്ട കൽക്കത്തയിലെ ദേശ് ഹിതൈഷി സഭ, 1875 രൂപം കൊണ്ട മുംബൈയിലെ സ്റ്റുഡൻസ് അസോസിയേഷൻ, 1889 രൂപം കൊണ്ട സ്റ്റുഡൻസ് ബ്രദർഹുഡ്, 1890 രൂപം കൊണ്ട മുസ്ലിം സ്റ്റുഡൻസ് യൂണിയൻ എന്നിവയുടെ തുടർച്ചയായി ഈ ശതകാദ്യത്തിൽ തന്നെ യങ് മെൻ ഹിന്ദു അസോസിയേഷൻ, യങ് മെൻ പാസി അസോസിയേഷൻ, പാറ്റ്നയിലെ ബീഹാർ സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നിവ ജന്മമെടുത്തു. ഉത്തർപ്രദേശിലെ വിദ്യാർത്ഥികളുടെ ആദ്യ സമ്മേളനം 1920 നവംബർ 10 ആഗ്രയിൽ നടന്നു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം 1920 നാഗ്പൂരിൽ നടന്നു. ആദ്യത്തെ അഖിലേന്ത്യാ വിദ്യാർത്ഥി സമ്മേളനമായിരുന്നു അത്. വിവിധ ആശയഗതിക്കാരായ വിദ്യാർത്ഥികളുടെ പൊതുവേദിയായാണ് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപം കൊണ്ടത്. 1936 ഡിസംബർ 27 കോൺഗ്രസിന്റെ 50ാം വാർഷിക സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ മഹാരാഷ്ട്രയിലെ ഫെയ്സ്പൂർ ഗ്രാമത്തിൽ ആരംഭിച്ചു. ലോകത്തിലെ വിമോചിതരായ ജനങ്ങളോടും സോവിയറ്റ് ജനതയോടും സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ലക്ഷ്യത്തെക്കുറിച്ച് പ്രസിഡന്റ് നെഹ്റു പറഞ്ഞു, പൂർണ്ണ ജനാധിപത്യത്തിന് വേണ്ടി കോൺഗ്രസ് നിലകൊള്ളുന്നു.
ഒരു ജനാധിപത്യ സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് സമരം ചെയ്യുന്നു. ഈ സമരത്തിന്റെയും സംഭവ പരമ്പരയുടെയും പരിണാമം സോഷ്യലിസമായിരിക്കും. ഇന്ത്യയുടെ സാമ്പത്തികമായ കെടുതികൾക്ക് സോഷ്യലിസം അല്ലാതെ മറ്റൊരു പരിഹാര മാർഗവുമില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്ഥാപിക്കുമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടിരുന്നു. വർഷം 1937. 1937 ഒക്ടോബർ 1 ഇന്ത്യയിൽ ഫെഡറൽ കോടതി നിലവിൽ വന്നു. രാജ്യത്തെ പരമോന്നത നീതിപീഠം. സംസ്ഥാനങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങളും ഫെഡറൽ ഭരണകൂടവും തമ്മിലും ഉണ്ടാകുന്ന ഭരണഘടനാ സംബന്ധമായ തർക്കങ്ങളിൽ പ്രഥമ വിചാരണ അധികാരമുള്ള ഫെഡറൽ കോർട്ടിന്റെ ആസ്ഥാനം ഡൽഹിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം 1950 ജനുവരി 26 ഇത് സുപ്രീം കോടതിയായി മാറി. 1937 ഒക്ടോബർ 22, 23 വാർധയിൽ ചേർന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അധ്യക്ഷനായ ഗാന്ധിജി തന്റെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചു. തൊഴിലധിഷ്ഠിതവും ഭാരതീയവുമായ അടിസ്ഥാന വിദ്യാഭ്യാസ രീതിയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് വിഭാവനം ചെയ്ത ഈ പദ്ധതി അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്നും നയി താലീം എന്നും അറിയപ്പെട്ടു. ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനായി ഡോക്ടർ സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ ആ വർഷം തിരഞ്ഞെടുത്തു. ഡിസംബർ 11 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്നും അറിയപ്പെടുന്ന ഈ പദ്ധതി കോൺഗ്രസിന്റെ ഹരിഹരപുരം സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടു. 1937, 1935 പുതിയ ഭരണഘടനാ നിയമം അനുസരിച്ച് സംസ്ഥാന സ്വയംഭരണം നടപ്പിൽ വരുത്താനായി ഇന്ത്യയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് 1937 സംഘടിപ്പിച്ചത്. ആകെയുള്ള 1585 സീറ്റുകളിൽ 715 കോൺഗ്രസിനും 123 മുസ്ലിം ലീഗിനും ലഭിച്ചു. ജന്മികക്ഷികൾക്കും ഹിന്ദു മഹാസഭയ്ക്കും കനത്ത പരാജയം. മദ്രാസ്, മധ്യസംസ്ഥാനം, ഐക്യ സംസ്ഥാനം, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം അത് ലഭിച്ചു. ബോംബെ, ബംഗാൾ, അസം, വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനം എന്നിവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒറ്റ കക്ഷിയായി മാറി അന്ന് കോൺഗ്രസ്. മലബാറിൽ നിന്ന് മദ്രാസ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കക്ഷി വഴക്കുകൾ മറന്ന് ഇടതു വലത് വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നതിനാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെയാണെന്ന് ജയിച്ചത്. ജസ്റ്റിസ് പാർട്ടി, പീപ്പിൾസ് പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവയെ കൂടാതെ സ്വതന്ത്രന്മാരും കോൺഗ്രസിനെതിരെ അന്ന് രംഗത്തുണ്ടായിരുന്നു. മാർച്ച് 17 AICC സമ്മേളനവും നിയമസഭകൾക്കുള്ളിലും പുറത്തും നടത്തേണ്ട സമര പരിപാടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ദേശീയ കൺവെൻഷനും ഡൽഹിയിൽ ആരംഭിച്ചു. ദീർഘനാളത്തെ ജയിൽവാസത്താൽ ആരോഗ്യം നശിച്ച സുഭാഷ് ചന്ദ്രബോസിനെ വൈകുന്നേരം ജയിൽ വിമുക്തനാക്കി. സുഭാഷ് ചന്ദ്രബോസിന് സ്വാഗതം ആശംസിച്ചുകൊണ്ടാണ് AICC യോഗം ആരംഭിച്ചത്. സോഷ്യലിസ്റ്റുകളുടെയും ഇടതുപക്ഷത്തിന്റെയും ശക്തമായ എതിർപ്പുണ്ടായിട്ടും കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭകൾ രൂപവൽക്കരിക്കണമെന്ന മിതവാദികളുടെ വാദം സമ്മേളനം അംഗീകരിച്ചു. എന്നാൽ ഗവർണർമാരുടെ പ്രത്യേക അധികാരം വിനിയോഗിക്കില്ലെന്നും ഭരണപരമായ പ്രവർത്തനങ്ങളിൽ മന്ത്രിസഭയുടെ ശുപാർശകൾ നിരാകരിക്കില്ലെന്നും ഗവർണർ പരസ്യമായ പ്രസ്താവനയിലൂടെ ഉറപ്പു നൽകിയെങ്കിൽ മാത്രമേ മന്ത്രിസഭ രൂപീകരിക്കാൻ സമ്മതിക്കാവൂ എന്ന് ഒരു ഉപാധി AICC മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷ് അധികാരികൾ ഈ ഉപാധി സ്വീകരിക്കാത്തതിനാൽ കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിച്ചില്ല. ന്യൂനപക്ഷ പാർട്ടികളെ കൂട്ടുപിടിച്ച് താൽക്കാലിക മന്ത്രിസഭകൾ ഉണ്ടാക്കി ബ്രിട്ടീഷുകാർ സംസ്ഥാന സ്വയംഭരണം നടപ്പിലാക്കി. ജൂലൈ 8 വാർധയിൽ ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഗവർണറുടെ ക്ഷണം ലഭിക്കുന്നിടങ്ങളിൽ മന്ത്രിസഭകൾ രൂപവൽക്കരിക്കാൻ അനുവാദം നൽകുന്ന പ്രമേയം അംഗീകരിച്ചു. ജൂലൈ 15 C. രാജഗോപാലാചാരി പ്രധാനമന്ത്രിയായി മദ്രാസിൽ മന്ത്രിസഭ രൂപവൽക്കരിച്ചു. മലബാറിൽ നിന്ന് കോങ്ങാട്ടിൽ രാമൻ മേനോൻ നിയമ ജയിൽകാര്യ മന്ത്രിയായി. വർഷം 1938. 1938 ഫെബ്രുവരി 19 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 51ാം വാർഷിക സമ്മേളനം ഗുജറാത്തിലെ ഹരിഹരപുരയിൽ നടന്നു. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായി. UP, ബീഹാർ മന്ത്രിസഭകളുടെ രാജി, മൈസൂർ നാട്ടുരാജ്യ പ്രശ്നം, കിസാൻ സഭാ പ്രശ്നം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ആസന്നമാകുന്ന ആഗോള യുദ്ധത്തിന്റെ ഭീഷണിയും നേടിച്ചിരുന്നു. കോൺഗ്രസുകാർക്ക് കിസാൻ സഭകളിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവകാശം സമ്മേളനം പുനഃസ്ഥാപിച്ചു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ കുറിച്ചുള്ള കോൺഗ്രസ് നിലപാടായിരുന്നു ഹരിഹരപുര സമ്മേളനത്തിലെ മുഖ്യ ചർച്ചാ വിഷയം. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ചെറിയ പോക്കറ്റുകളായ 562 നാട്ടുരാജ്യങ്ങളിലും കോൺഗ്രസിന് കീഴ്ഘടകങ്ങൾ ഉണ്ടായാൽ അവിടങ്ങളിലെ രാജാക്കന്മാരും ദിവാൻമാരും സൃഷ്ടിക്കുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളിൽ ഇടപെട്ട് ദേശീയ സ്വാതന്ത്ര്യം എന്ന കോൺഗ്രസിന്റെ ലക്ഷ്യത്തിനുള്ള കരുത്ത് നഷ്ടപ്പെടില്ലേ എന്ന ആശയം ഒരു വിഭാഗം നേതാക്കൾ അന്ന് ഉന്നയിച്ചു.
എന്നാൽ സംഘടന സുശക്തമാക്കി നാട്ടുരാജ്യ പ്രജകളെ മുഴുവൻ സമരരംഗത്ത് അണിനിരത്തണമെന്ന നെഹ്റുവിന്റെ അഭിപ്രായത്തിന് അന്ന് അംഗീകാരം ലഭിച്ചു. നാട്ടുരാജ്യ പ്രജാ സംഘടനകൾക്കായി ഹരിപുര പ്രമേയം ഇങ്ങനെ നിർദ്ദേശം നൽകി: നാട്ടുരാജ്യങ്ങളിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ ഇനിമേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കണം. എന്നാൽ കോൺഗ്രസിന്റെ പേരിൽ ഉടനടി പാർലമെന്ററി പ്രവർത്തനങ്ങളോ പ്രത്യക്ഷ സമരങ്ങളോ നടത്തിക്കൂടാ. ഈ ഉപാധിയിൽ നാട്ടുരാജ്യങ്ങളിൽ സംഘടനാ പ്രവർത്തനം ഊർജിതപ്പെടുത്തേണ്ടതാണ്. നാട്ടുരാജ്യങ്ങളിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭ ചരിത്രത്തിൽ ഹരിപുര പ്രമേയം ഒരു നാഴികക്കല്ലാണ്. 1938 ഏപ്രിൽ 21 കവിയും ദാർശനികനും സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പ്രശസ്ത ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവുമായ മുഹമ്മദ് ഇക്ബാൽ കറാച്ചിയിൽ അന്തരിച്ചത്. ടാഗോറിന്റേതിൽ നിന്ന് ഭിന്നമായിരുന്നു ഇക്ബാലിന്റെ വഴി. കർമ്മ മാർഗമാണ് ഇസ്ലാമിന്റെ മാർഗമെന്നും സൂഫി മിസ്റ്റിസിസം അതിനെതിരാണെന്നും വാദിച്ച ഇക്ബാൽ ഇന്ത്യയിലെ ദാർശനികനായ മഹാകവിയായി വാഴ്ത്തപ്പെട്ടു. ആദ്യകാലത്ത് മതത്തെക്കാളും മണ്ണിന് പ്രാധാന്യം നൽകിയ ഇദ്ദേഹം 1930 മുസ്ലിം ലീഗ് പക്ഷപാതിയും ലീഗ് അധ്യക്ഷനുമായി. പാകിസ്ഥാൻ വാദത്തിന് അടിത്തറ പാകി ബ്രിട്ടീഷ് സർക്കാർ സർ സ്ഥാനം നൽകി ആദരിച്ചു. പേർഷ്യനിലും കവിതകൾ രചിച്ചു. ഡിസൈൻ കോമഡിയുടെ മാതൃകയിൽ എഴുതിയ കാവ്യമാണ് ജാവേദ് നാമ, ഷിക്വ, ഷം ഓ ഷായർ എന്നിവ. വർഷം 1939. 1939 ജനുവരി 29 നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള വലതുപക്ഷക്കാർ ആന്ധ്രയിലെ പട്ടാഭി സീതാരാമയ്യെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതിന് എതിരെയാണ് സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷ വിഭാഗങ്ങളുടെയും പിന്തുണയോടെ 205 വോട്ടിന് സുഭാഷ് ചന്ദ്രബോസ് അന്ന് വിജയിച്ച് വീണ്ടും കോൺഗ്രസ് അധ്യക്ഷനായി. സുഭാഷ് ചന്ദ്രബോസിന് 1580 പട്ടാഭി സീതാരാമയ്യയ്ക്ക് 1375 വോട്ടുകളാണെന്ന് ലഭിച്ചത്. പട്ടാഭിയുടെ പരാജയം സ്വന്തം പരാജയമാണെന്ന് ഗാന്ധിജി അന്ന് പ്രതികരിച്ചിരുന്നു. 1939 ഏപ്രിൽ കോൺഗ്രസ് അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസുമായി സഹകരിക്കാൻ വലതുപക്ഷക്കാർ വിസമ്മതിക്കുകയും ഗോവിന്ദ വല്ലഭ പന്തിന്റെ പ്രമേയം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തനിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന് ബോസ് ആവശ്യപ്പെട്ടു. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു. സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കാൻ നിർബന്ധിതനായി. രാജേന്ദ്ര പ്രസാദ് പുതിയ അധ്യക്ഷനായി. അദ്ദേഹം രൂപീകരിച്ച വലതുപക്ഷ നേതാക്കന്മാർ അടങ്ങിയ പ്രവർത്തക സമിതിയിൽ ഇരിക്കാൻ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും വിസമ്മതിച്ചു. ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ സുഭാഷ് ചന്ദ്രബോസ് പക്ഷം കോൺഗ്രസിനുള്ളിൽ പ്രത്യേക ബ്ലോക്കായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പുതിയ വർക്കിംഗ് കമ്മിറ്റി സുഭാഷ് ചന്ദ്രബോസിനെ 3 വർഷത്തേക്ക് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. 1939 ജൂണിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ ആദ്യ സമ്മേളനം മുംബൈയിൽ നടന്നു. നാഷണൽ കോൺഗ്രസിന്റെ തത്വങ്ങളും പരിപാടികളുമായിരുന്നു ഈ ഇടതുപക്ഷ പാർട്ടിയുടെയും അടിസ്ഥാനം. ഫോർവേഡ് ബ്ലോക്കിന്റെ രൂപീകരണം ഇടതുപക്ഷ ശക്തികൾക്കിടയിലെ ഭിന്നതയെ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അത് സാമ്രാജ്യത്വ വിരുദ്ധ ചേരിക്ക് ഭീഷണിയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും സംയുക്ത പ്രസ്താവന ഇറക്കി. എന്നാൽ ഫോർവേഡ് ബ്ലോക്ക് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക്, എം.എൻ. റോയ് രൂപീകരിച്ച റാഡിക്കൽ കോൺഗ്രസ് മെൻ ലീഗ്, അഖിലേന്ത്യാ കിസാൻ സഭ എന്നിവയുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഇടതുപക്ഷ സംയുക്ത കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെട്ടു. നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ള പ്രവർത്തക സമിതിയുടെ തീരുമാനത്തെ സംയുക്ത കമ്മിറ്റി അന്ന് വിമർശിച്ചു. കേരളത്തിൽ KPCC പ്രസിഡന്റ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് ശാഖ രൂപീകരിച്ചു. 1939 ജൂണിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ജമ്മു കാശ്മീർ മുസ്ലിം കോൺഫറൻസ് പേര് മാറ്റി ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ആയി. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ജമ്മു കാശ്മീർ മുസ്ലിം കോൺഫറൻസിൽ പങ്കെടുക്കാൻ സംഘടനയുടെ കർമ്മസമിതി 1938 ജൂണിൽ അനുവാദം നൽകിയിരുന്നു. 1930 ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയും സർ മുഹമ്മദ് ഇക്ബാലും ചേർന്നാണ് മുസ്ലിം കോൺഫറൻസിന് രൂപം നൽകിയത്. വർഷം 1940. 1940 ജനുവരി 19 വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭു മുംബൈ ഈസ്റ്റേൺ ക്ലബിൽ നടത്തിയ പ്രസംഗത്തിൽ യുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രിക രാജ്യപദവി നൽകാമെന്നും ന്യൂനപക്ഷങ്ങളുടെയും നാട്ടുരാജാക്കന്മാരുടെയും ന്യായമായ അവകാശങ്ങൾക്ക് ഉറപ്പ് കൈവരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ എന്നും പ്രഖ്യാപിച്ചു. എന്നാൽ ഒരു താൽക്കാലിക ദേശീയ ഗവൺമെന്റ് രൂപവൽക്കരിക്കുന്നില്ലെങ്കിൽ യുദ്ധത്തിൽ സഹകരിക്കില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് പ്രവർത്തക കമ്മിറ്റി ഉറച്ചുനിന്നു. 1940 ജനുവരി 26
മുൻ വർഷങ്ങളിലേതുപോലെ എല്ലാ ഇന്ത്യൻ നഗരങ്ങളിലും സമ്പൂർണ്ണ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. പൊതുയോഗങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധ പണിമുടക്കുകളും ഉണ്ടായി. ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ ജനാധിപത്യ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സമരം തുടങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന വിജ്ഞാപനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പുറത്തിറക്കി. 8 മണിക്കൂർ പ്രവൃത്തി സമയം, ജീവിക്കാൻ ആവശ്യമായ കൂലി, പാട്ടഭാരത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും കൃഷിക്കാർക്ക് മോചനം തുടങ്ങിയ ആവശ്യങ്ങൾ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അന്തിമ സമരത്തിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഈ സ്വാതന്ത്ര്യ ദിനം എന്ന ലക്ഷ്യത്തോടെ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞാപത്രത്തിൽ മുൻ വർഷങ്ങളിൽ നിന്ന് കോൺഗ്രസ് മാറ്റം വരുത്തി. സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു പൊതുസമ്മേളനങ്ങളിൽ പരസ്യമായി പൊതുജനങ്ങൾ എടുത്ത പ്രതിജ്ഞ. 1940 മാർച്ച് 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയ പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒഡയറെ ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് സിഖുകാരനായ സർദാർ ഉദ്ധം സിംഗ് ഷഹീദ് വെടിവെച്ചു കൊന്നു. ഒരു യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷം ഇരിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു വെടിവെച്ചത്. ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചിരുന്നെങ്കിലും കൂട്ടക്കൊലയുടെ 21ാം വാർഷികത്തിന് 1 മാസം ശേഷിക്കെ ഡയർ പകരം വീട്ടലിന് ഇരയായി. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഉദ്ധം സിംഗ് 5 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു. കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ ഗവർണറെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ 1937 ഇംഗ്ലണ്ടിലെത്തുന്നത്. വെടിവെച്ച ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഉദ്ധം സിംഗ് സ്വന്തം പേര് പറഞ്ഞത് റാ മുഹമ്മദ് സിംഗ് എന്നായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ജനതയ്ക്കും വേണ്ടിയാണ് ഐതിഹാസികമായ ഈ പ്രതികാരമെന്ന് ഉദ്ധം സിംഗ് പ്രഖ്യാപിച്ചു. ജൂലൈ 13 വെന്റോൺ ജയിലിൽ ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്നു. 1940 മാർച്ച് 23 ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗ് വാർഷിക സമ്മേളനം പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിച്ച പ്രമേയം പാസാക്കി. ഫെബ്രുവരിയിലെ കൗൺസിൽ യോഗത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് മുഹമ്മദ് അലി ജിന്ന ആവശ്യമുന്നയിച്ചിരുന്നു. ഈ മുസ്ലിം രാഷ്ട്രത്തിൽ ഉൾപ്പെടാത്ത ഇന്ത്യൻ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളും പ്രസ്തുത രാഷ്ട്രത്തിന്റെ പ്രജകളായിരിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. പ്രമേയങ്ങളിൽ പാകിസ്ഥാൻ എന്ന പദപ്രയോഗം ഉണ്ടായിരുന്നില്ല. എന്നാൽ സമ്മേളന ശേഷം മുഹമ്മദ് അലി ജിന്ന ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പാകിസ്ഥാനാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. 1940 ഓഗസ്റ്റ് 7 ഇന്ത്യക്ക് സാഹിത്യത്തിന് ആദ്യമായി നോബൽ സമ്മാനം നേടുന്ന ബംഗാളി മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ അന്തരിച്ചു. കവി, നാടകകൃത്ത്, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, ബാലസാഹിത്യകാരൻ, സംഗീതജ്ഞൻ, ചിത്രകാരൻ, തത്വചിന്തകൻ, വിദ്യാഭ്യാസ ചിന്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ടാഗോർ ഗുരുദേവൻ എന്ന് അറിയപ്പെട്ടു. ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവാണ് രവീന്ദ്രനാഥ് ടാഗോർ. 1908 ബംഗാളിൽ രചിച്ച ഗീതാഞ്ജലി എന്ന കാവ്യ സമാഹാരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് 1913 ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത്. 1901 ടാഗോർ ചാന്ദ്രീകേതനിലെ താമസം മാറ്റിക്കൊണ്ട് ബ്രഹ്മചര്യാശ്രമം സ്ഥാപിക്കുന്നത്. 1921 വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിന്റെയും കലകളുടെയും പഠനത്തിന് ടാഗോർ പുതിയ വഴിയൊരുക്കി. ഗാനങ്ങൾ രചിച്ച് ചിട്ടപ്പെടുത്തിക്കൊണ്ട് രവീന്ദ്ര സംഗീതം എന്ന സംഗീത ശാഖയ്ക്ക് തന്നെ തുടക്കം കുറിച്ചു. 1940 ഡിസംബർ 5 പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരി അമൃത ഷെർഗിൽ ലാഹോറിൽ അന്തരിച്ചു. 1 വർഷമായി ലാഹോറിലായിരുന്നു താമസം. പഞ്ചാബിയായ സർദാർ ഉമാർ റാവു സിംഗിന്റെയും ഹംഗറിക്കാരിയായ മേരി അംഗ്വാനേത്തിന്റെയും മകളായ അമൃത 1921 അച്ഛനമ്മമാർക്കൊപ്പം ഇന്ത്യയിലെത്തുന്നത്. സിഡ്നിയിലെത്തി വാസമുറപ്പിക്കുന്നത്. 1924 ഫ്ലോറൻസിലെ ഒരു കലാവിദ്യാലയത്തിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാതെ അമൃത 1929 പാരീസിലെത്തി ചിത്രകലാഭ്യാസം തുടരുന്നു. 1932 അമൃത നടത്തിയ ചിത്ര പ്രദർശനം ഏറ്റവും പ്രായം കുറഞ്ഞ ഏഷ്യയിലെ ആദ്യ വ്യക്തി നടത്തിയ ചിത്ര പ്രദർശനം എന്ന രീതിയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. ഗ്രാൻഡ് സലൂണിൽ അംഗത്വം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ ഏഷ്യക്കാരിയുമായി അമൃത. 1934 സിഡ്നിയിൽ മടങ്ങിയെത്തിയ അമൃത ഇന്ത്യ എങ്ങും യാത്ര ചെയ്തു. കലാശേഖരങ്ങളും ചുവർ ചിത്രങ്ങളും കഥകളിയും ഭരതനാട്യവും എല്ലാം കണ്ടു. അമൃതയുടെ ചിത്രങ്ങൾ മനുഷ്യരൂപത്തിന്റെയും വികാരങ്ങളുടെയും അവസ്ഥകളുടെയും അനന്ത സാധ്യതകൾ വർണ്ണം ചാലിച്ചെടുത്തതാണ്. 1937 ഡൽഹിയിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ ഉൾപ്പെട്ട വധുവിന്റെ ചമയം, ബ്രഹ്മചാരി, ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്നീ ചിത്രങ്ങൾ അതിപ്രശസ്തങ്ങളായി. വർഷം 1942. 1942 ഓഗസ്റ്റ് 8 അബ്ദുൽ കലാം ആസാദിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ചേർന്ന AICC സമ്മേളനം ജൂലൈ 14 കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗീകരിച്ച ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഇന്ത്യയുടെ അനിഷേധ്യമായ സ്വാതന്ത്ര്യ അവകാശം നേടാനായി
ഏറ്റവും വിപുലമായ തോതിലും അക്രമരാഹിത്യത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു ബഹുജന സമരം തുടങ്ങാൻ കമ്മിറ്റി അനുവാദം നൽകുന്നു. ഇങ്ങനെ ഒരു ബഹുജന സമരത്തിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് സ്വയം അധികാരം സമ്പാദിക്കുക എന്ന യാതൊരു ലക്ഷ്യവും കോൺഗ്രസിന് ഇല്ല. അധികാരം കിട്ടുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്കാകെ ഉള്ളതായിരിക്കും. സമര നേതൃത്വം ഗാന്ധിജിയെ ഏൽപ്പിച്ചു. ഓഗസ്റ്റ് പ്രമേയം എന്ന പേരിൽ ഇത് ചരിത്ര പ്രസിദ്ധമായി. നെഹ്റു അവതരിപ്പിച്ച പ്രമേയത്തെ വല്ലഭായ് പട്ടേൽ പിന്താങ്ങി. ഇപ്പോൾ നടക്കുന്നത് സാമ്രാജ്യത്വ യുദ്ധമല്ല, ജനകീയ യുദ്ധമാണെന്നും യുദ്ധങ്ങൾക്ക് സഹായം നൽകണമെന്നും സ്വാതന്ത്ര്യ സമരം ഈ ഘട്ടത്തിൽ പുനരാരംഭിക്കാൻ പാടില്ലെന്നും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് വാദിച്ചു. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരായ 13 പേരുടെ മാത്രം എതിർപ്പിൽ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസായി. ഗാന്ധിജി പറഞ്ഞു, ഇതൊരു ബഹുജന സമരമാണ്. നമ്മുടെ പദ്ധതിയിലും പരിപാടിയിലും യാതൊരു രഹസ്യവുമില്ല. നാം ഒരു സാമ്രാജ്യത്തെ എതിർക്കുകയാണ്. ഒന്നുകിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. കാൽച്ചങ്ങലകളും കൈവിലങ്ങുകളും ഇന്ത്യ പൊട്ടിച്ചു തീച്ചൂളയിലേക്ക് എറിയാൻ തുടങ്ങും. ഒന്നുകിൽ ഈ ചൂളയിൽ നിന്ന് ഒരു സ്വതന്ത്ര ജനത ഉയർന്നു വരും, അല്ലെങ്കിൽ ഈ പരാധീന ജനത ഒരു പിടി ചാരമായി മണ്ണിലടിയും. 1942 ഓഗസ്റ്റ് 9 ഞായറാഴ്ച പുലർച്ചയ്ക്ക് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നു. അഹിംസയിൽ വിശ്വസിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യ സമര ഭടന്മാരും പ്രവർത്തിക്കും അല്ലെങ്കിൽ മരിക്കുമെന്ന മുദ്രാവാക്യം കടലാസിലോ തുണിയിലോ എഴുതി തങ്ങളുടെ ഉടുപ്പിൽ കുത്തണം. സമരത്തിനിടയ്ക്ക് മരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സത്യാഗ്രഹിയെ തിരിച്ചറിയാനാണിത്. ഈ നിർദ്ദേശം നൽകി ഗാന്ധിജി അറസ്റ്റ് വഹിച്ചു. നേരം പുലരുന്നതോടെ നെഹ്റുവും ആസാദും ഉൾപ്പെടെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം അറസ്റ്റിലായി. സർക്കാർ കോൺഗ്രസിനെതിരെ സമരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിലും മറ്റുള്ളവരെ അഹമ്മദാബാദ് കോട്ടയിലും തടവിലാക്കി. കോൺഗ്രസിനെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ജയിലിലായി. നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചാൽ സമരം സ്വയം കെട്ടടങ്ങുമെന്നതായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ ജനങ്ങളുടെ രോഷാഗ്നി ആളിപ്പടർത്താനാണ് ഈ നടപടി ഇടയാക്കിയത്. രാജ്യമെങ്ങും പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. തൊഴിലാളികളും കർഷകരും വിദ്യാർത്ഥികളും നിരോധനം ലംഘിച്ച് സമാധാനപരമായി പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടു. എന്നാൽ സർക്കാർ കടുത്ത മർദ്ദന നയം സ്വീകരിച്ചപ്പോൾ ജനങ്ങൾ ആവേശത്തോടെ തിരിച്ചടിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾ തകർത്തു. സർക്കാർ ഓഫീസുകൾക്ക് തീവെച്ചു. പോലീസ് സ്റ്റേഷനുകളും പോസ്റ്റ് ഓഫീസുകളും നശിപ്പിച്ചു. റെയിൽ പാളങ്ങൾ മുറിച്ചു മാറ്റി. അഹമ്മദാബാദിലും മുംബൈയിലും മില്ലുകൾ അടച്ചുപൂട്ടി. സർവകലാശാലകൾ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായി. ബനാറസ് സർവകലാശാല ബലമായി പട്ടാളം പിടിച്ചെടുത്തു. ഓഗസ്റ്റ് 9 മുംബൈയിലും 10 പൂനെ, അഹമ്മദാബാദ്, ലക്നൌ, കാൺപൂർ എന്നിവിടങ്ങളിലും വെടിവെപ്പ് നടന്നു. തുടർന്ന് വർഷാവസാനം വരെ ഇന്ത്യയിൽ 601 വെടിവെപ്പുകൾ ഉണ്ടായി. 940 പേർ കൊല്ലപ്പെടുകയും 1630 പേർക്ക് മുറിവേൽക്കുകയും ചെയ്തെന്ന് ഔദ്യോഗികമായി കണക്ക് പുറത്തുവന്നു. 26,000 പേരെ ശിക്ഷിച്ചു. 18,000 പേർ ശിക്ഷിക്കപ്പെടാതെ തടങ്കലിൽ കഴിഞ്ഞു. ഇന്ത്യയിലെ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തു. ഇന്ത്യയിലെ അക്രമങ്ങൾക്ക് പ്രധാന ഉത്തരവാദി ഗാന്ധിജിയും കോൺഗ്രസുമാണെന്നും അധികാരദാഹമാണ് കോൺഗ്രസിനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് വൈസ്രോയ് പ്രചരിപ്പിച്ചു. ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ച് ഇന്ത്യയെങ്ങും സമരത്തിൽ പങ്കുചേർന്നു. എന്നാൽ ബ്രിട്ടീഷ് അധികാരികൾ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ക്രൂരമായി സമരം അടിച്ചമർത്തി. വർഷം 1943. 1943 ജനുവരി 13 തടവുകാരെ മോചിപ്പിക്കുകയും മർദ്ദന നയം അവസാനിപ്പിക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടും ഇല്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്നും ഗാന്ധിജി സൂചിപ്പിച്ചു. 1942 ഡിസംബർ 31 അയച്ച കത്തിന് വൈസ്രോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: പുതിയ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ കോൺഗ്രസിന്റെ നയപരിപാടികളിൽ നിന്ന് പിന്തിരിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇക്കാര്യം പരിഗണിക്കാൻ ഞാൻ തയ്യാറാണ്. ജനുവരി 19 ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതി: നമ്മുടെ കത്തിടപാടുകൾ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ നിരാഹാരവ്രതം അനുഷ്ഠിക്കാമെന്ന് തീരുമാനിക്കുന്നു. ജനുവരി 29 ഗാന്ധിജി വൈസ്രോയെ അറിയിച്ചു: ഫെബ്രുവരി 9 രാവിലെ ഞാൻ ഉപവാസം ആരംഭിക്കുന്നു. 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസം മാർച്ച് 2 രാവിലെ അവസാനിക്കും. സാധാരണയായി ഞാൻ ഉപവസിക്കുമ്പോൾ ഉപ്പ് ചേർത്ത വെള്ളം കുടിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ എന്റെ ശരീരം അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ്. അതുകൊണ്ട് അല്പം നാരങ്ങാനീര് കൂടി ചേർത്ത് കുടിക്കും. എന്റെ നിരാഹാരം മരണം വരെ അല്ല. ദൈവം സഹായിച്ചാൽ ഇതിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയും. ഗവൺമെന്റ് ആശ്വാസ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഉപവാസം അവസാനിപ്പിക്കാൻ സാധിക്കും. ഫെബ്രുവരി 10 ബുധനാഴ്ച ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ ഒരു ദിവസം കൂടി അനുവദിച്ചിട്ട് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. അഹമ്മദാബാദ് ജയിലിൽ കിടന്നിരുന്ന നെഹ്റുവും സഹപ്രവർത്തകരും ഉപവാസ വാർത്ത അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞാണ്.
ഇന്ത്യൻ ജനത വിവരമറിഞ്ഞത് 3 ദിവസം കഴിഞ്ഞു. രാജ്യമാകെ സ്തംഭിച്ചു. സരോജിനി നായിഡു, ഡോക്ടർ ഗിൽഡർ എന്നിവർക്ക് പുറമെ ഗാന്ധിജിയെ ശുശ്രൂഷിക്കാനായി ഡോക്ടർ BC റോയ് ഫെബ്രുവരി 15-ന് കൽക്കത്തയിൽ നിന്നും പൂനെയിലെ അഗാ ഖാൻ കൊട്ടാരത്തിലെത്തി. ഫെബ്രുവരി 23-ന് ഗാന്ധിജിയുടെ വഷളായിരുന്ന ആരോഗ്യനില മെച്ചപ്പെട്ടു. മാർച്ച് 3-ന് രാവിലെ 9 മണിക്ക് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു. 1943 മെയ്യിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം അഖിലേന്ത്യാ കോൺഗ്രസ് മുംബൈയിൽ നടന്നു. 16,000 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 139 പ്രതിനിധികൾ പങ്കെടുത്തു. യുദ്ധത്തെ ജനകീയ യുദ്ധമായി രൂപാന്തരപ്പെടുത്തുക, ഫാസിസ്റ്റുകൾക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യയിലെ എല്ലാ ശക്തികളെയും അണിനിരത്തുക എന്നതായിരുന്നു മുഖ്യ പ്രമേയം. പരിപൂർണ സ്വാതന്ത്ര്യം നേടുന്നതിനും ദേശീയ ഗവൺമെന്റ് സ്ഥാപിച്ചു കിട്ടുന്നതിനും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുന്നതിനും സമരം നടത്താൻ സമ്മേളനം ജനങ്ങൾക്ക് ആഹ്വാനം നൽകി. കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി PC ജോഷി അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ട്, പോളിറ്റ് ബ്യൂറോ അംഗം രണദിവെ അവതരിപ്പിച്ച ട്രേഡ് യൂണിയൻ റിപ്പോർട്ട് എന്നിവ സമ്മേളനം ഏകകണ്ഠമായി അംഗീകരിച്ചു. 1920-ലാണ് താഷ്കെൻഡിൽ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ അംഗീകാരത്തോടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. ഇന്ത്യക്കുള്ളിൽ പാർട്ടി സംഘടിപ്പിച്ചത് 1925-ൽ കാൺപൂരിലാണ്. തുടർന്ന് സംസ്ഥാനങ്ങളിലും നാട്ടുരാജ്യങ്ങളിലും പാർട്ടികൾക്ക് ശാഖകളുണ്ടായി. 1934-ൽ വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഏകീകരിച്ചുവെങ്കിലും പ്രാദേശിക ഘടകങ്ങളുടെ പ്രതിനിധികളെ ചേർത്ത് ആദ്യമായി ഒരു അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് അന്നാണ്. 1943-ൽ ഇന്ത്യയിൽ കടുത്ത ക്ഷാമം സംഭവിച്ചിരുന്നു. മുംബൈയിൽ തുടങ്ങിയ ക്ഷാമം ബംഗാൾ, ചെന്നൈ, ബീഹാർ, ഒറീസ, അസം, കേരളം എന്നീ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ആകെ ജനസംഖ്യയുടെ 1/3 ഭാഗം ക്ഷാമത്തിൽ അമർന്നു. ഇറക്കുമതി ചെയ്ത ഭക്ഷ്യധാന്യങ്ങളുടെ മുഖ്യ ഉപഭോക്താക്കളായിരുന്നു ഈ സംസ്ഥാനങ്ങൾ. യുദ്ധത്തിനു മുൻപ് പഞ്ചാബ്, സിന്ധു ഐക്യ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിയിരുന്നു. യുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യങ്ങൾക്കും ഇന്ത്യയിലും ബർമയിലും നിലയുറപ്പിച്ച ദക്ഷിണാഫ്രിക്കൻ, അമേരിക്കൻ, ചൈനീസ് പട്ടാളങ്ങൾക്കും വടക്കൻ ആഫ്രിക്കയിലെ ഇന്ത്യൻ പട്ടാളങ്ങൾക്കും ആഹാരം നൽകിയത് ഇന്ത്യയാണ്. ഇത് കാരണം ആഭ്യന്തര ഉപയോഗത്തിന് ധാന്യം അവശേഷിച്ചില്ല. 1941-ൽ തന്നെ ഭക്ഷ്യ ദൗർബല്യം കടുത്ത നിലയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. 1942-ൽ ഹേമന്തത്തിൽ ബംഗാളിലുണ്ടായ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും അരി ഉൽപാദനത്തിൽ പിന്നെയും കുറവുണ്ടാക്കി. ഇതൊക്കെ കടുത്ത ക്ഷാമത്തിന് വഴിവെച്ചു. ദരിദ്ര കർഷകരും തൊഴിലാളികളും കൈവേലക്കാരുമാണ് ക്ഷാമക്കെടുതി തീവ്രമായി അന്ന് അനുഭവിച്ചത്. ഒപ്പം കോളറ തുടങ്ങിയ പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചു. ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് ബംഗാളിൽ മാത്രം 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്ക് ആൾക്കാർ ക്ഷാമം കൊണ്ട് മരിച്ചിരുന്നു. വർഷം 1944. 1944-ൽ കേണൽ SI മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള INA ബറ്റാലിയൻ മണിപ്പൂരിലെ മെയ്റംഗിൽ ത്രിവർണ പതാക ഉയർത്തി. നേതാജി പൂർവേഷ്യയിലെ ഇന്ത്യക്കാരോട് നടത്തിയ അഭ്യർത്ഥനയിൽ പറഞ്ഞു, വിമോചനത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിലെ എന്റെ സഖാക്കളെ, ഇന്ന് ഞാൻ എല്ലാത്തിനും ഉപരിയായി നിങ്ങളോടൊന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ രക്തമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ രക്തത്തിന് മാത്രമേ കഴിയൂ. സ്വാതന്ത്ര്യത്തിന്റെ വില കൊടുക്കാനും രക്തത്തിനെ കഴിയും. എനിക്ക് രക്തം തരിക. ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. 1.25 ലക്ഷം ജപ്പാൻ ഭടന്മാരോടൊപ്പം മണിപ്പൂരിലെത്തിയ INA കോഹിമക്കോട്ട കീഴടക്കി. ഇംഫാലിനെ വലയം ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് സേന ശക്തമായ പ്രത്യാക്രമണം നടത്തി. 1944 ഫെബ്രുവരി 14-ന് ഇന്ത്യൻ സിനിമയുടെ പിതാവായ ദാദാ സാഹിബ് ഫാൽക്കെ അന്തരിച്ചു. ഫോട്ടോഗ്രാഫിയിലും ചിത്രകലയിലുമായിരുന്നു ഫാൽക്കെയുടെ ആദ്യകാല താല്പര്യം. ക്രിസ്തുവിന്റെ ജീവിതം എന്ന അമേരിക്കൻ സിനിമ കണ്ട ഫാൽക്കെ ഇന്ത്യൻ പുരാണങ്ങളെ ആസ്പദമാക്കി ചലച്ചിത്രം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടെ വിദേശത്തു നിന്ന് സിനിമ നിർമ്മാണ സാമഗ്രികൾ ഇറക്കുമതി ചെയ്തു. അങ്ങനെ നിർമ്മിച്ച രാജാ ഹരിചന്ദ്ര 1913 മെയ് 3-ന് മുംബൈയിലെ കോർണേഷൻ തിയേറ്ററിൽ റിലീസ് ചെയ്തു. ആദ്യ ഇന്ത്യൻ കഥാചിത്രമായ പുണ്ടാലിക് ഇതിനു മുൻപ് തന്നെ റിലീസ് ചെയ്തിരുന്നുവെങ്കിലും അതിന് 12 മിനിറ്റ് ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ. 4 റീലുള്ള രാജാ ഹരിചന്ദ്ര ആദ്യ ഇന്ത്യൻ കഥാചിത്രമായി പ്രശസ്തി നേടി. ഭസ്മാസുര മോഹിനി, ഗംഗാവതാരം, സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണ ജന്മ, സേതുബന്ധനം 100ഓളം ചിത്രങ്ങൾ നിർമ്മിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് അടിത്തറ പാകി. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ സ്ഥാപിച്ചു. ഇന്ത്യൻ സിനിമാ രംഗത്ത് സമഗ്ര സംഭാവന നൽകുന്ന വ്യക്തിക്ക് നൽകുന്ന അവാർഡ് 1969-ൽ ഫാൽക്കെയുടെ ജന്മശതാബ്ദി വർഷത്തിൽ ഏർപ്പെടുത്തി. 1944 ഏപ്രിൽ 14-ന് മുംബൈ വിക്ടോറിയ തുറമുഖത്ത് നങ്കൂരമടിച്ചിരുന്ന SS ഫോർട്ട് സ്റ്റിക്കൻ എന്ന കപ്പൽ
1318 ടൺ സ്ഫോടക വസ്തുക്കളോടൊപ്പം പൊട്ടിത്തെറിച്ച് 1200 പേർ കൊല്ലപ്പെട്ടു. 12 കപ്പലുകൾ തകർന്നു. ആളിക്കത്തുന്ന തീ അണയ്ക്കുന്ന ശ്രമത്തിനിടയിൽ മുംബൈ പോർട്ട് ട്രസ്റ്റ്, ഫയർ ബ്രിഗേഡ്, കരസേന, നാവികസേന, പോലീസ് എന്നിവയിലെ 230 പേർ മരണപ്പെട്ടു. തീകെടുത്താൻ 45 ദിവസമെടുത്തു. ഇതിനുശേഷം ഏപ്രിൽ 14 അഗ്നിശമന ദിനമായി ആചരിച്ചു പോരുന്നു. വർഷം 1945. 1945 സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം സംഭവിക്കുന്നത്. ഓഗസ്റ്റ് 16 സിംഗപ്പൂരിൽ നിന്ന് നേതാജി ജപ്പാന്റെ ഒരു ബോംബർ വിമാനത്തിൽ കേണൽ ഹബീബുർ റഹ്മാൻ, പ്രീതം സിംഗ്, എസ്.എ. അയ്യർ എന്നിവരോടൊപ്പം യാത്ര തിരിച്ചു. അജ്ഞാത ഭാവിയിലേക്ക് ഒരു സാഹസിക സംരംഭം എന്നാണ് തന്റെ യാത്രയെ നേതാജി വിശേഷിപ്പിച്ചത്. ഉച്ചതിരിഞ്ഞ് വിമാനം ബാങ്കോക്കിലെത്തി. ഓഗസ്റ്റ് 17 ഒരു ചെറു വിമാനത്തിൽ നേതാജിയും കേണൽ റഹ്മാനും സൈഗോണിലേക്ക് പോയി. വൈകുന്നേരം 5:15 പറന്നുയർന്ന വിമാനം തായ്പേക്കടുത്ത് വെച്ച് തകർന്നു വീണു. ഗുരുതരമായ മുറിവേറ്റ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തായ്പേയിലെ സൈനിക ആശുപത്രിയിൽ രാത്രി 8 മണിയോടെ അന്ത്യശ്വാസം വലിച്ചു. മരിക്കുന്നതിന് മുൻപ് അടുത്തുണ്ടായിരുന്ന കേണൽ ഹബീബുർ റഹ്മാനോട് പറഞ്ഞു, എന്റെ അന്ത്യം അടുത്തു. നിങ്ങൾ ഇന്ത്യയിൽ മടങ്ങി ചെല്ലുമ്പോൾ എന്റെ മാതൃഭൂമിയുടെ മോചനത്തിന് വേണ്ടി അന്ത്യം വരെ ഞാൻ പൊരുതുകയായിരുന്നു എന്ന് ജനങ്ങളോട് പറയുക. അവർ ആ സമരം തുടരട്ടെ. ഏറെ താമസിയാതെ ഇന്ത്യ സ്വതന്ത്രയാകുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഇനി ഇന്ത്യയെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ ആർക്കും സാധ്യമല്ല. ഓഗസ്റ്റ് 22 ജപ്പാൻ റേഡിയോ നേതാജിയുടെ മരണം ലോകത്തെ അറിയിച്ചു. സെപ്റ്റംബർ 6 കേണൽ റഹ്മാൻ ടോക്കിയോവിൽ എത്തിച്ച നേതാജിയുടെ ചിതാഭസ്മം സെപ്റ്റംബർ 14 സുനിഗാമി ജില്ലയിലെ റങ്കോജി ബുദ്ധക്ഷേത്രത്തിൽ ബഹുമതികളോടെ സ്ഥാപിച്ചു. വർഷം 1946. 1946 ഫെബ്രുവരി 18 തിങ്കളാഴ്ച റോയൽ ഇന്ത്യൻ നേവിയുടെ മുംബൈയിലെ സിഗ്നൽസ് വിഭാഗമായ HMS തൽവാർ എന്ന പരിശീലന കപ്പലിലെ 1000-ഓളം ഇന്ത്യൻ നാവിക സേനാനികൾ പ്രാതൽ ബഹിഷ്കരിച്ച് പണിമുടക്കി. മുംബൈ തുറമുഖത്ത് നങ്കൂരം അടിച്ചിരിക്കുകയായിരുന്നു കപ്പൽ. ഇന്ത്യൻ സൈനികരെ അധമരായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരുതി പോന്നതാണ് കലാപത്തിന്റെ യഥാർത്ഥ കാരണം. ഫെബ്രുവരി 19 മുംബൈ തുറമുഖത്തുള്ള 20 കപ്പലുകളിലെ 20,000 സൈനികർ പണിമുടക്കിൽ പങ്കുചേർന്നു. കപ്പലുകളിൽ നിന്ന് യൂണിയൻ ഫ്ലാഗ് വലിച്ചു മാറ്റി പകരം ത്രിവർണ പതാക ഉയർത്തി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തുലയട്ടെ, INA തടവുകാരെ വിട്ടയക്കുക, ജയ്ഹിന്ദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി നാവിക യൂണിഫോമിൽ ലോറികളിൽ കയറി പണിമുടക്കുകാർ നഗരത്തിൽ പ്രകടനം നടത്തി. ഫെബ്രുവരി 20 മുംബൈയിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം എത്തി. ബാരക്കുകൾക്ക് ചുറ്റും വലയം സൃഷ്ടിച്ചു. ഫെബ്രുവരി 21 ബാരക്കിൽ നിന്ന് പുറത്തു കടന്ന ഒരു നാവികനെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു. തുടർന്ന് മുംബൈ തുറമുഖത്തെ കപ്പലുകളെല്ലാം ഒത്തുകൂടി. സൈനികരുടെ നേതാക്കൾ ചേർന്ന് സമരസമിതി രൂപീകരിച്ചു. നർമ്മദ കപ്പലിൽ ചേർന്ന സമരസമിതി ബ്രിട്ടീഷ് ആക്രമണത്തെ ശക്തിയായി നേരിടാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് സേനയുമായി കലാപസേന ഏറ്റുമുട്ടി. ക്യാമ്പിലും കപ്പലിലുമുള്ള നാവികർക്ക് നേരെ ബ്രിട്ടീഷ് സേന വെടിവെപ്പ് ആരംഭിച്ചു. സിന്ധ് കപ്പലിലെ 4 പേർ കൊല്ലപ്പെട്ടു. ഫെബ്രുവരി 22 നാവികർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുംബൈയിലും കൊൽക്കത്തയിലും തൊഴിലാളികൾ സംയുക്തമായി പ്രക്ഷോഭം നടത്തി. വിദ്യാർത്ഥികളും രംഗത്തെത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചു. മുംബൈ ഫാക്ടറികളിലെ 2 ലക്ഷത്തിൽ പരം തൊഴിലാളികൾ പണിമുടക്കി. കാങ്കർ മൈതാനിയിൽ കൂടിയ യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഡാംഗെ പ്രസംഗിച്ചു. പ്രകടനത്തിന് നേരെ ഫോർട്ടിനടുത്ത് വെച്ച് ബ്രിട്ടീഷ് സേന വെടിവെച്ചു. സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുംബൈ 250 പേർ മരിച്ചു. ജനം വെള്ളപ്പട്ടാളത്തിനെതിരെ രംഗത്തിറങ്ങി. കോൺഗ്രസും ലീഗും പ്രതിഷേധമുയർത്താതെ ബ്രിട്ടീഷ് അധികാരികളുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചു. നാവിക കലാപകാരികളോട് കീഴടങ്ങാൻ ഈ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 23 ജബൽപൂരിൽ സിഗ്നൽ കോറിലെ 300 പട്ടാളക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. കോൺഗ്രസിന് വേണ്ടി വല്ലഭായ് പട്ടേലും മുസ്ലിം ലീഗിന് വേണ്ടി ജിന്നയും ആവശ്യപ്പെട്ടതനുസരിച്ച് നാവികർ പണിമുടക്ക് പിൻവലിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ കീഴടങ്ങുന്നു. ഇന്ത്യക്കാണ് കീഴടങ്ങുന്നത്, ബ്രിട്ടനല്ല. നാവിക കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അനശ്വര സംഭവവുമായി കമ്മ്യൂണിസ്റ്റുകാർ കരുതുമ്പോൾ ഇന്ത്യക്ക് സ്വീകരിക്കാൻ കൊള്ളാവുന്ന മാതൃകയല്ലത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എന്നാൽ പഴയതുപോലെ ഇഷ്ടാനുസരണമുള്ള ഒരു ഭരണം ഇന്ത്യയിൽ ഇനി സാധ്യമല്ലെന്ന് ബ്രിട്ടനെ ബോധ്യപ്പെടുത്തിയ സംഭവമായി നാവിക കലാപം. 1946 ജൂൺ 16 ഒരു റേഡിയോ പ്രഭാഷണത്തിൽ വൈസ്രോയി ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ വെളിപ്പെടുത്തി. 40% സീറ്റുകൾ നാഷണൽ കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന ഹിന്ദുക്കൾക്ക്,
40% മുസ്ലിങ്ങൾക്ക്, ബാക്കി 20% സിഖുകാർ, ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, പട്ടികജാതിക്കാർ, പാഴ്സികൾ എന്നിവർക്കായി വിഭജിക്കും. ഏതെങ്കിലും കക്ഷികൾ പങ്കെടുക്കാൻ വിസമ്മതിച്ചാൽ അവരില്ലാതെ സർക്കാർ രൂപീകരിക്കും. ഇടക്കാല സർക്കാർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമെന്നും ഭരണഘടന അംഗീകരിക്കുന്നതുവരെ ബ്രിട്ടീഷ് അധികാരികളും പട്ടാളവും ഇന്ത്യയിൽ താമസിക്കുമെന്നും പിന്നീട് വൈസ്രോയ് പ്രഖ്യാപിച്ചു. വേനൽക്കാലത്തിനിടയ്ക്ക് സൈന്യത്തിലെ ഇന്ത്യൻ വിഭാഗത്തെ പിരിച്ചുവിടുകയും 5-6 ലക്ഷം ബ്രിട്ടീഷ് സൈന്യത്തെ ഇന്ത്യയിൽ നിർത്തുകയും ചെയ്തു. ഇടക്കാല ഗവൺമെന്റിൽ 14 അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വൈസ്രോയിയും ക്യാബിനറ്റ് മെഷീനും ചേർന്ന് പ്രഖ്യാപിച്ചു. കോൺഗ്രസിൽ നിന്ന് 6 ഹിന്ദു അംഗങ്ങൾ, മുസ്ലിം ലീഗിന്റെ 5 പേർ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ എന്നിവരിൽ നിന്ന് ഓരോരുത്തർ. ജൂലൈ 27-ന് മുസ്ലിം ലീഗ് സർക്കാരിൽ ചേരാൻ വിസമ്മതിച്ചു. ഓഗസ്റ്റ് 6-ന് ലീഗ് നിരാകരിച്ചതിനാൽ കോൺഗ്രസ് പ്രസിഡന്റ് നെഹ്റുവിനെ സർക്കാർ രൂപീകരിക്കാൻ വൈസ്രോയ് ക്ഷണിച്ചു. കഴിയുമെങ്കിൽ ജിന്നയുടെ സഹകരണം കൂടി തേടണമെന്ന് വൈസ്രോയ് നെഹ്റുവിന് എഴുതി. ഓഗസ്റ്റ് 15-ന് നെഹ്റുവും ജിന്നയും മുംബൈയിൽ സമ്മേളിച്ച് ചർച്ച നടത്തി. ലീഗ് സർക്കാരിൽ ചേരുന്നില്ല എന്ന തീരുമാനത്തിൽ ജിന്ന ഉറച്ചുനിന്നു. ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാൻ തയ്യാറാണെന്ന് നെഹ്റു വൈസ്രോയിയെ അറിയിച്ചു. അടുത്ത ദിവസം പ്രത്യക്ഷ സമര ദിനമായി ആചരിക്കാൻ ജിന്ന മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തു. ഓഗസ്റ്റ് 16-ന് ഇടക്കാല ഗവൺമെന്റ് രൂപീകരണത്തിൽ പ്രതിഷേധിക്കുവാനും പാകിസ്ഥാന് വേണ്ടി സമരം ആരംഭിച്ചു മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമരദിനം ആചരിച്ചു. കൊൽക്കത്തയിൽ പ്രകടനം നടത്തി. ബംഗാൾ മുഖ്യമന്ത്രി സുഹ്രാവർദിയും കൂട്ടരും റൌഡികളെ ഉപയോഗിച്ച് മതസംഘടനത്തിന് തുടക്കമിട്ടു. അക്രമാസക്തരായ ജനക്കൂട്ടം ഹിന്ദുക്കളുടെ വീടും കടകളും തല്ലി തകർത്തു. ഹിന്ദു മഹാസഭയുടെയും മറ്റ് ഹിന്ദു കക്ഷികളുടെയും നേതൃത്വത്തിൽ തിരിച്ച് മുസ്ലിങ്ങളെ ആക്രമിച്ചു. ഹിന്ദു മുസ്ലിം സംഘടന പടർന്നു പിടിച്ചു. കൊൽക്കത്തയിൽ നിന്നുള്ള അഭയാർത്ഥികൾ ബംഗാളിന്റെയും ബീഹാറിന്റെയും കിഴക്കൻ ജില്ലകളിൽ അഭയം തേടി. ബംഗാളിലെ നവഖാലിയിൽ ഹിന്ദു കൈവേലക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ബീഹാറിൽ കൂട്ടക്കൊലക്കിരയായത് മുസ്ലിങ്ങളാണ്. യുദ്ധം ചെയ്തു പാകിസ്ഥാൻ നേടും എന്നതായിരുന്നു മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം. സ്ത്രീകളും കുട്ടികളും അടക്കം 5000-ലധികം പേർ കൊല്ലപ്പെട്ടു. 15,000-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. 19-ാം തീയതി വരെ കൊൽക്കത്തയിൽ മനുഷ്യക്കുരുതി തുടർന്നു. ഓഗസ്റ്റ് 24-ന് ലീഗിനെ കൂടാതെ മന്ത്രിസഭ രൂപീകരിക്കാൻ തീരുമാനിച്ച വിവരം നെഹ്റു അറിയിച്ചു. നെഹ്റുവിനെ കൂടാതെ പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, ആസിഫ് അലി, സി രാജഗോപാലാചാരി, ശരത്ചന്ദ്ര ബോസ്, ജോൺ മത്തായി, ബലദേവ സിംഗ്, ഷാഫത്ത്, അഹമ്മദ് ഖാൻ, ജഗജീവൻ റാം, ആലി സാഹിർ, CH ബാബ എന്നിവരടങ്ങിയ 12 അംഗ മന്ത്രിസഭയാണ് പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 2-ന് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. സർക്കാർ തലവൻ വൈസ്രോയി, ഡെപ്യൂട്ടി പ്രധാനമന്ത്രി നെഹ്റു. ഈ ദിവസം വിലാപ ദിനമായി ആചരിക്കാൻ ജിന്ന ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർന്നതിന് ഷാഫത്ത് അഹമ്മദ് ഖാനെ ഒരു മുസ്ലിം മതമൗലികവാദി കുത്തി മുറിവേൽപ്പിച്ചു. സെപ്റ്റംബർ 7-ന് ആദ്യമായി ചെയ്ത റേഡിയോ പ്രക്ഷോഭണത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരവും വൈദേശികവുമായ നയങ്ങൾ നെഹ്റു വിശദീകരിച്ചു. സഹകരണത്തിന് വേണ്ടി മുസ്ലിം ലീഗിനോട് അഭ്യർത്ഥിച്ചു. ഒക്ടോബർ 13-ന് നിരന്തരമായ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഒടുവിൽ മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചുകൊണ്ട് ജിന്ന വൈസ്രോയിക്ക് എഴുതി. കേന്ദ്രഭരണം കോൺഗ്രസിന്റെ മാത്രം കയ്യിലിരിക്കുന്നത് മുസ്ലിങ്ങളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും താൽപര്യങ്ങൾ അപകടപ്പെടുത്തുകയുള്ളൂ എന്ന് എന്റെ കമ്മിറ്റി കരുതുന്നു. അതുകൊണ്ട് 5 മുസ്ലിങ്ങളെ ഗവൺമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ലിയാഖത്ത് അലി ഖാൻ, AI ചുന്ദ്രികർ, അബ്ദുറാഫ് നിഷ്താർ, ഗസ്നഫർ അലി ഖാൻ, ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്നിവരെയാണ് മന്ത്രിമാരായി നിർദ്ദേശിച്ചത്. ഇവർക്ക് വേണ്ടി ശരത്ചന്ദ്ര ബോസ്, അഹമ്മദ് ഖാൻ, ആലി സാഹിർ എന്നിവർ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. ഒക്ടോബർ 15-ന് ഇടക്കാല ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ചു. പാകിസ്ഥാൻ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണ് ഇടക്കാല ഗവൺമെന്റ് എന്ന് ലീഗ് പ്രഖ്യാപിച്ചു. ഡിസംബർ 9-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നു. മുസ്ലിം ലീഗ് സമ്മേളനം ബഹിഷ്കരിച്ചു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 296 സീറ്റിൽ 211 കോൺഗ്രസിനും 73 മുസ്ലിം ലീഗിനും ലഭിച്ചിരുന്നു. പരമാധികാര പാകിസ്ഥാന് വേണ്ടി ഒരു പ്രത്യേക ഭരണഘടന നിർമ്മാണ സമിതി വേണമെന്ന പുതിയ അവകാശവാദം ജിന്ന അന്ന് ഉന്നയിച്ചു. ഡിസംബർ 11-ന് രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ സമിതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ലക്ഷ്യപ്രഖ്യാപന പ്രമേയത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സ്വാതന്ത്ര്യ ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കും. അതിനുവേണ്ട ഭരണഘടനയാണ് ഈ അസംബ്ലി എഴുതി ഉണ്ടാക്കേണ്ടത് എന്ന് നെഹ്റു പറഞ്ഞു. ഇതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ പീഠികയായി തീർന്നത്. ലീഗിനെ കൂടി ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നതിന് ശ്രമം നടത്താനായി
ഭരണഘടനാ സമിതിയുടെ യോഗം ജനുവരിയിലേക്ക് അന്ന് നീട്ടിവെച്ചു. വർഷം 1947. 1947 ജനുവരി 18 ഗായകനും നടനുമായ കുന്ദൻലാൽ സൈഗാൾ അന്തരിച്ചു. ഇന്ത്യൻ സിനിമയിലെ മാന്ത്രിക ശബ്ദത്തിന് അന്ത്യം. 12-ാം വയസ്സിൽ ജമ്മു മഹാരാജാവിന്റെ സദസ്സിൽ അരങ്ങേറ്റം നടത്തിയ സൈഗാൾ 1932 ആദ്യമായി ചലച്ചിത്രത്തിന് വേണ്ടി പാടിയത്. ദേവദാസ് എന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിലൂടെ 1935 സൈഗാൾ നടനുമായി. ആദ്യകാല സിനിമയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ നടനാണ് സൈഗാൾ. ഹൃദയത്തിൽ തൊടുന്ന ശബ്ദമാധുരിയാൽ സംഗീത പ്രേമികളെയും സംഗീത സിനിമ ആസ്വാദകരെയും ആവേശം കൊള്ളിച്ച നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച KL സൈഗാൾ യാത്രയായി. അമർ സൈഗാൾ എന്ന പേര് ബാക്കിയായി. 1947 മാർച്ചിൽ പാകിസ്ഥാൻ രൂപീകരിക്കണമെന്ന പഞ്ചാബിലെ മുസ്ലിം ലീഗ് ശാഖയുടെ വാദത്തെ എതിർത്ത യൂണിയനിസ്റ്റ് കക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി. റാവൽപിണ്ടി, മുൾത്താൻ, അറ്റോക്, ദീലം എന്നീ നഗരങ്ങളിലും പ്രകടനങ്ങൾ നടന്നു. സിഖുകാരുടെയും ഹിന്ദുക്കളുടെയും വീടുകളും കടകളും കൊള്ള ചെയ്യപ്പെട്ടു. റാവൽപിണ്ടി ഡിവിഷനിൽ മാത്രം 4000 പേർ അന്ന് കൊല്ലപ്പെട്ടു. ഹിന്ദു മുസ്ലിം ലഹളയും കൂട്ടക്കൊലകളും പടർന്നു പിടിച്ചു. നിരവധി പേർ വീടും നാടും വെടിഞ്ഞ് അഭയാർത്ഥികളായി. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായി പാകിസ്ഥാൻ രൂപീകരണത്തിന് കോൺഗ്രസ് നേതൃത്വം അനുമതി നൽകി. ഏപ്രിലിൽ കൊൽക്കത്ത മുനിസിപ്പൽ കൗൺസിലിലെ കോൺഗ്രസുകാരും ഹിന്ദു മഹാസഭക്കാരും അടങ്ങിയ ഭൂരിപക്ഷം അംഗങ്ങൾ ബംഗാളിനെ സാമുദായിക അടിസ്ഥാനത്തിൽ 2ആയി വിഭജിക്കുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തു. ജൂണിൽ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനത്തെ പാകിസ്ഥാനിൽ ചേർക്കുന്നതിനെ ചുവപ്പ് കുപ്പായ സംഘടനയും കോൺഗ്രസും എതിർത്തു. ഹിതപരിശോധനയിൽ പാകിസ്ഥാൻ, ഇന്ത്യൻ യൂണിയൻ എന്നിവയ്ക്ക് പുറമെ പത്തൻകാർ കൂടുതലായി പാർക്കുന്ന മറ്റു പ്രദേശങ്ങൾ കൂടി ചേർത്ത് പത്താനിസ്ഥാൻ അഥവാ പക്തൂണിസ്ഥാൻ എന്ന സ്വതന്ത്ര സ്റ്റേറ്റ് രൂപീകരിക്കേണ്ട പ്രശ്നം കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. വൈസ്രോയ് ഇത് നിരസിച്ചു. അബ്ദുൾ ഗാഫർ ഖാന്റെ ആഹ്വാനപ്രകാരം പത്താൻകാർ ഹിതപരിശോധന ബഹിഷ്കരിച്ചു. പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ ചേരുന്നതിനെ അനുകൂലിച്ചു. സിന്ധ്, ആസാമിലെ സിൽഹൈറ്റ് ജില്ല എന്നിവയും പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു. ബംഗാളിന്റെയും പഞ്ചാബിന്റെയും വിഭജനവും ജൂണിൽ ആരംഭിച്ചു. ബംഗാൾ വിഭജന ശേഷം ഹിന്ദു മുസ്ലിം സംഘടനകളിലെ പിന്തിരിപ്പൻ ശക്തികളുടെ പ്രക്ഷോഭ ബലമായി കിഴക്കൻ ബംഗാളിൽ നിന്ന് നിരവധി അഭയാർത്ഥികൾ കൊൽക്കത്തയിലെത്തി. പഞ്ചാബിൽ വിഭജന ഒരുക്കങ്ങൾക്കൊപ്പം പാകിസ്ഥാൻ അനുകൂലമായി മുസ്ലിം ലീഗും പ്രതികൂലമായി അകാലികളും പ്രക്ഷോഭം നടത്തി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ പഞ്ചാബ് വിഭജനത്തോട് അനുബന്ധിച്ച് ഉണ്ടാകുന്നതിന് ഇത് ഇടവരുത്തി. 5 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു. 1.25 കോടി ജനങ്ങൾക്ക് വീടും സ്വത്തും സ്വജനങ്ങളും നഷ്ടപ്പെട്ടു. ഹിന്ദു മുസ്ലിം ലഹളക്കാലത്ത് ലാഹോർ, അമൃത്സർ, റാവൽപിണ്ടി, മുൾത്താൻ തുടങ്ങിയ നഗരങ്ങൾ മൊത്തമായി തകർക്കപ്പെട്ടു. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പോയ അഭയാർത്ഥികളുടെ എണ്ണം 20 ലക്ഷമായിരുന്നു. ജൂലൈ 22 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രപതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചു. 1921 ബസ്വാഡയിൽ, അതായത് ഇപ്പോഴത്തെ വിജയവാഡയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആന്ധ്രാക്കാരനായ ഒരു യുവാവ് ഗാന്ധിജിക്ക് പച്ചയിലും ചുവപ്പിലും വീതിയേറിയ വരകളുള്ള ഒരു പതാക സമ്മാനിച്ചത്. 2 സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇവയ്ക്ക് മീതെ പുരോഗതിയുടെ ചർക്കയും ബാക്കി സമുദായങ്ങളെ പ്രതിദാനം ചെയ്യാൻ ഒരു വെളുത്ത വര കൂടി വേണ്ടതാണെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. ഗാന്ധിജിയുടെ അംഗീകാരം നേടിയ ഈ ത്രിവർണ പതാക 1931 കറാച്ചിയിൽ നടന്ന കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനവും അംഗീകരിച്ചു. കാവി, വെള്ള, പച്ച എന്നിങ്ങനെയാക്കി നിറങ്ങൾ യാതൊരു സാമുദായിക പ്രാധാന്യവുമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ത്രിവർണ പതാകയെ അംഗീകരിച്ചത്. കാവി ധൈര്യത്തിനും ത്യാഗത്തിനും, വെള്ള സത്യത്തിനും സമാധാനത്തിനും, പച്ച വിശ്വാസത്തിനും ശൗര്യത്തിനും. രാഷ്ട്രപതാകയെ അംഗീകരിക്കുമ്പോൾ നടുക്കുള്ള ചർക്കയുടെ സ്ഥാനത്ത് സാരാനാഥിലെ അശോക സ്തംഭത്തിലുള്ള ധർമ്മചക്രം സ്വീകരിക്കപ്പെട്ടു. 24 ആരക്കാലുള്ള ചക്രം നേവി നീല നിറത്തിലാണ്. ഫെബ്രുവരി 20 ഇന്ത്യയിലെ അപകടകരമായ സ്ഥിതിവിശേഷം തുടർന്നു പോകാൻ സാധ്യമല്ലെന്നും 1948 ജൂണിന് മുൻപ് ഇന്ത്യക്കാരിലേക്ക് അധികാര കൈമാറ്റം നടത്താൻ ബ്രിട്ടീഷ് സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും കോമൺ സഭയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആറ്റ്ലി പ്രസ്താവിച്ചു. മാർച്ച് 24 ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി മൗണ്ട് ബാറ്റൻ പ്രഭു അധികാരമേറ്റു. മാർച്ച് 31 ഗാന്ധിജിയുമായി വൈസ്രോയുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. ഏപ്രിൽ 6 ജിന്നയുമായി കൂടിക്കാഴ്ച നടത്തി. ഏപ്രിൽ മധ്യത്തിനുള്ളിൽ ഇന്ത്യയിലെ പ്രമുഖ ജനനേതാക്കളുമായും നാട്ടുരാജാക്കന്മാരുമായും മൗണ്ട് ബാറ്റൻ ചർച്ചകൾ നടത്തി. അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി.
ഇതിനകം ഹിന്ദു മുസ്ലിം ബന്ധം പശ്ചിമ പ്രവിശ്യകളിലും ബംഗാളിലും അങ്ങേയറ്റം വഷളായി. അധികാര കൈമാറ്റം എത്രയും വേഗം നടത്തുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി മൗണ്ട് ബാറ്റൻ ഇന്ത്യൻ നേതാക്കളെ കണ്ടു. പദ്ധതിക്ക് അവസാനം രൂപം നൽകിയത് ഗവൺമെന്റിന്റെ ഭരണപരിഷ്കാര കമ്മീഷണർ VP മേനോനാണ്. നെഹ്റു രേഖാമൂലവും ജിന്ന വാക്കാലും പദ്ധതി അംഗീകരിച്ചു. 1947 ജൂലൈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ജൂലൈ 16 പാസ്സാകുന്നു. അധികാര കൈമാറ്റത്തിനുള്ള ദിവസം ഓഗസ്റ്റ് 15 നിശ്ചയിക്കുന്നു. ജൂലൈ 18 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം ലഭിച്ചു. 20 വകുപ്പുകൾ മാത്രമുള്ള ഹ്രസ്വമായ നിയമമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. ഓഗസ്റ്റ് 14 രാത്രി 12 മണിയായപ്പോൾ ഡൽഹിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനം ചേർന്നു. ഈ നിമിഷം മുതൽ ഇന്ത്യയുടെ ചക്രവർത്തി അല്ലാതായി തീർന്നിരിക്കുന്ന ബ്രിട്ടീഷ് രാജാവിന്റെ ആശംസാ സന്ദേശം ഒടുവിലത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭു വായിച്ചു. തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. ഈ അർദ്ധരാത്രി ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. ചരിത്രത്തിൽ അപൂർവമായി മാത്രം വന്നു ചേരുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെ ഒന്നാണിത്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലൂന്നുന്ന നിമിഷം. ഒരു കാലഘട്ടം അവസാനിച്ച് മറ്റൊന്നിന് ആരംഭം കുറിക്കുന്ന നിമിഷം. അടിച്ചമർത്തപ്പെട്ടിരുന്ന രാഷ്ട്രത്തിന്റെ മൂകമായ ആത്മാവിന് ഭാഷണശക്തി ലഭിക്കുന്ന നിമിഷം. അസംബ്ലി പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ തിരഞ്ഞെടുത്തു. രാവിലെ 8:30 മണിക്ക് അദ്ദേഹം സ്ഥാനമേറ്റു. ഭാരത ജനത സ്വാതന്ത്ര്യ പുലരിയെ ജയാരവത്തോടെ സ്വാഗതം ചെയ്തു. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ഗവൺമെന്റിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിദേശകാര്യം, പ്രതിരോധം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചു. ഉപപ്രധാനമന്ത്രി വല്ലഭായ് പട്ടേലിന് ആഭ്യന്തരം, നാട്ടുരാജ്യങ്ങൾ എന്നിവയുടെ ചുമതല നൽകി. പട്ടികജാതി ഫെഡറേഷൻ നേതാവ് ഡോക്ടർ BR അംബേദ്കർ നിയമമന്ത്രിയായി. ഹിന്ദു മഹാസഭ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി വ്യവസായ മന്ത്രിയായി. ദേശ്മുഖ് ധനകാര്യമന്ത്രി, TT കൃഷ്ണമാചാരി വ്യാപാര മന്ത്രി, രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യവകുപ്പ് മന്ത്രി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ. ദിസ് ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർക്കിസ്.